കലാമണ്ഡലം ജിഷ്ണു പ്രതാപ് അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത് ഉടൻ തന്നെ ആരംഭിക്കുന്നു. മിരാവ് കലാമണ്ഡലം രവിശങ്കർ.
ദുരിതങ്ങളായിരിക്കുന്ന ദുരിതരാശികളെ യഥാവരെ സമ്പ്രദങ്ങളായി സമയമെന്നോ നിശ്ചയം മാത്രമല്ലോ എന്നതുകൂടാതെ രണ്ടാമത്തെ സാരങ്ങളായി നിത്യങ്ങളായി അല്പസുഖപ്രദങ്ങളായിരിക്കുന്ന ഓരോരോ അർത്ഥപുത്രമിത്രകളത്രാദികളിൽ ഭ്രമിച്ച് പ്രധാ തന്നെ കാലക്ഷേപം ചെയ്ത് ദുരിതമാർജിച്ചു പോകുകയോ ചെയ്യുന്നത്. അതേ ഈ മനുഷ്യർക്ക് പ്രകടം മനുഷ്യജന്മം എളുതായിട്ട് ലഭിക്കുന്ന ഒരു വസ്തു എന്നാൽ ആയതൊക്കെ കൊള്ളാം സുഹൃത ദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കും സമയത്തെങ്കിലേ മനുഷ്യജന്മത്തെ ലഭിക്കൂ. എന്ന ജന്മത്തെ ദൈവഗതിയാൽ ലഭിച്ച വർഷം വ്യർത്ഥമാക്കി കളയാതെ കണ്ട ഒരവസരം വരുന്ന സമയത്തെങ്കിൽ ഈശ്വരനെ സേവിച്ച് ദുരിതനിവൃത്തി വരുത്തി ഗതിവരുത്തി കൊള്ളുവാനായി കൊണ്ടുവരുന്നതേ എല്ലാ ജനങ്ങളും എല്ലാ സമയത്തെങ്കിലും പ്രയത്നം ചെയ്തു കൊള്ളുവാൻ അയണവേ ഇവിടെ ജന്മസാഫല്യമാകുന്നത്. വാസുദേവ വായാൽ വാസുദേവൻ ഭഗവാന്മാർക്ക് പല പ്രകാരങ്ങളെയും ഉണ്ടാകുന്നല്ലോ സങ്കടങ്ങൾ ആധ്യാത്മികങ്ങളായും ആധിഭൗതികങ്ങളായും ആധിദൈവികങ്ങളായും ഇങ്ങനെ ബഹുവിധങ്ങളായി ഉണ്ടാകുന്ന സങ്കടങ്ങളെ അസകലവും തന്നെ യഥാവരെ ദൂരത്തിങ്കൽ നീക്കി കളഞ്ഞ് ഇഹലോകത്തിങ്കൽ സൗഖ്യത്തെയും അഹലോകത്തിങ്കലേക്ക് ശ്രേയസ്സായിരിക്കുന്ന മോക്ഷത്തെയും പ്രാപിക്കുക. ആയതല്ലോ രക്ഷയുടെ പൂർത്തിയാകുന്നത്. എന്നിരിക്കുന്ന രക്ഷയിങ്കൽ ആരുടെ രക്ഷിതാവ് എന്നല്ലേ വാസുദേവ ഔവണ്ണമല്ല അറിയിക്കുന്ന വാസുദേവൻ ഭഗവാന്മാരെ രക്ഷിക്കട്ടെ. വാസുദേവനോ എന്തിനാകുന്നത് ഇതിനുള്ളതെ സംശയിക്കുന്നത്? കൃഷ്ണിപക്ഷാലങ്കാരഭൂതനായി സത്യഭാമാവല്ലഭനായി ഭദ്രവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെയാണല്ലോ ഭഗവാന്മാരുടെ രക്ഷയ്ക്കായി കൊണ്ട് കൽപ്പിച്ചത്. ആയതുകൊണ്ട് മാത്രം ശിക്ഷ അതുപോലെ ബോധിച്ചു. ഇത്ര രക്ഷാസാമർഥ്യമുണ്ടായിട്ട് അതിരുവഴിയെ പോലെ മറ്റാരും തന്നെയില്ലായെങ്കിലും ഔവണ്ണമെല്ലാവരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നല്ലോ പറഞ്ഞത്. ആയത് ഹേതുവായിട്ട് അവസ്ഥാഭേദവും കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഉപാസനയ്ക്ക് പാർത്ഥിവോത്തമന്മാരായിരിക്കുന്ന പാർത്ഥന്മാർക്ക് ഒരുപാട് കള്ളച്ചൂതിൽ പരാജിതന്മാരാക്കപ്പെട്ട 12 സംവത്സരത്തെ വനവാസത്തെയും 1 സംവത്സരത്തെ അജ്ഞാതവാസത്തെയും യഥാവിധി നിർവഹിച്ചതിന് ശേഷം അർജുനപുത്രനായിരിക്കുന്ന അഭിമന്യുവിനെ കൊണ്ട് വിരാട രാജപുത്രിയായിരിക്കുന്ന ഉത്തരയെ പാണിഗ്രഹണം ചെയ്യിപ്പിച്ച് ഉപപ്ലാവ്യത്തിങ്കൽ ഭൂതം ചെയ്തു. തദനന്തരമാകട്ടെ പാർത്ഥസ്യ വിജ്ഞായ ചരേ പ്രവൃത്തിം വിസൃജ്യ രാജന്യഗണായ ഭൂതാൻ അർത്ഥി സ്വയം ദ്വാരവതീമഗച്ഛൽ സുയോധനസ്സോപി സുതോ മഘോന സുയോധന പാർത്ഥസ്യ പ്രവൃത്തിം വിജ്ഞായ സുയോധനൻ പാർത്ഥന്റെ പ്രവൃത്തിയെ കുറിച്ച് വിജ്ഞാനം ചെയ്തു. ദുര്യോധനൻ ധർമ്മപുത്രന്റെ പ്രവൃത്തിയെ പറ്റിയും കൗരവസമരക്ഷനായിട്ടുള്ള ദുര്യോധനൻ ധർമ്മപുത്രന്റെ പാണ്ഡവജ്യേഷ്ഠനായിട്ടുള്ള ധർമ്മപുത്രന്റെ പ്രവൃത്തിയെ പറ്റി അറിഞ്ഞു. എന്ത് പ്രവൃത്തി എന്താ പറയാൻ എന്നാണെങ്കിൽ പാണ്ഡവന്മാരുടെ സ്ഥിതി എന്താ?
ധർമ്മപുത്രരെ മാത്രമല്ല, ധർമ്മപുത്രരുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അത് പാണ്ഡവന്മാരുടെ പ്രവൃത്തി എന്നാണ് അതിന്റെ താല്പര്യം. അത് മനസ്സിലാക്കണമെങ്കിൽ പാണ്ഡവന്മാരുടെ അവസ്ഥ എന്നാലോചിക്കണം. അപ്പൊ അവരെന്താ ചെയ്യണത്? അവര് അജ്ഞാതവാസം കൂടി കഴിഞ്ഞു, യാതൊരു ഘട്ടമില്ലാണ്ട് അത് കഴിഞ്ഞു അവസാനിച്ചു. അങ്ങനെ അവസാനിച്ചതിന് ശേഷം വിരാട രാജ്യത്തിന്റെ സമീപത്ത് ബഹ്ലാവ്യം എന്ന പേരോടുകൂടി ഒരു സ്ഥലത്ത് അധിവസിക്കുന്നു. ആ കാലത്താണ് അർജുനന്റെ പുത്രനായിട്ടുള്ള അഭിമന്യു വിരാട രാജാവിന്റെ മകളായിട്ടുള്ള ഉത്തരയെ വിവാഹം വെച്ചു പാണിഗ്രഹണം ചെയ്തു. ആ വിവാഹം ഭോഷൊക്കെ കേമായിട്ട് തന്നെയാണ്, വലിയ കേമായിട്ട് നടന്നു. അങ്ങനെ വേണ്ട അവസരത്തിൽ അതിന് സംബന്ധിക്കുന്നതിന് അനവധി ആളുകളും പാണ്ഡവന്മാരുടെ ബന്ധുക്കള്, പാണ്ഡ്യാനൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ, ഭഗവാൻ ശ്രീകൃഷ്ണൻ, സാധീവി ഇങ്ങനെയുള്ള ആളുകൾ, അഭ്യുദയകാംക്ഷികള്, വിരാടന്റെ ആളുകള് ഇങ്ങനെ വന്ന് ആ വിവാഹത്തെ പൊട്ടിപ്പൊടിച്ച് നടന്നു. വിവാഹത്തിന്റെ ഘോഷമൊക്കെ കഴിഞ്ഞപ്പോ നേരത്തെ പോകുന്ന ആളുകൾ നേരത്തെ പോയി. ഏത് സ്ഥലത്തും അങ്ങനെ വിവാഹം പോലെയുള്ള വലിയ അടിയന്തരങ്ങളും ഘോഷങ്ങളും ഉണ്ടാവുമ്പോൾ അതിന് വരാൻ നല്ല ബന്ധുക്കളാണെന്ന് വെച്ചാൽ അവർക്ക് അവിടെ വന്നിട്ട് ശ്രമിക്കാണ്ട ആ ശ്രമത്തിന് വേണ്ടിയിട്ട് അവർ നേരത്തെ വരും. ഇത് കഴിഞ്ഞാലും ശ്രമം അല്ലേ? അപ്പൊ അത് കഴിഞ്ഞാൽ വൈകി പോകും. നേരത്തെ വന്ന് വൈകി പോവാ, അതാണ് നല്ല ബന്ധുക്കളുടെ ലക്ഷണം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഘോഷങ്ങളാണ്. അവരവിടെ ഉണ്ടാവും, അവരുടെ സാന്നിധ്യം പലതരത്തിലാണ് പ്രയോജനമാണ്. അങ്ങനെ വന്നപ്പോ ഭഗവാന് ബന്ധത്തിന്റെ സാധ്യത ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവിടെ തന്നെ ഉണ്ടാകും. ഘോഷമൊക്കെ കഴിഞ്ഞും മറ്റുള്ള ആളുകളൊക്കെ പോണ്ട ആളുകൾ പോയി കഴിഞ്ഞപ്പോ വളരെ അടുത്ത ആളുകൾ പാഞ്ചാലം കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ അവിടെ ഉള്ളൂ. അപ്പോഴാണ് ഭഗവാൻ എല്ലാവരോടും പറഞ്ഞു, വ്യവസ്ഥ അനുസരിച്ചുള്ളതൊക്കെ ഇപ്പം കഴിയും. അപ്പൊ ഈ വ്യവസ്ഥ അനുസരിച്ചല്ല വേണ്ടത്. അജ്ഞാതവാസ കാലത്ത് പാണ്ഡവന്മാരെ ആരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ആ സ്ഥിതിക്ക് ഇനി രാജ്യം നിർദ്ദേശിച്ച് തരണം ദുര്യോധനൻ, അതാണ് വേണ്ടത്. പക്ഷേ ദുര്യോധനായിട്ട് അത് ചെയ്യണ്ടാവില്ല എന്നുള്ളത് ഒട്ടൊട്ട് മനസ്സിലായിരുന്നു. ദുര്യോധനൻ രാജ്യം തരില്ല, വ്യവസ്ഥ അനുസരിച്ച് ദുര്യോധനൻ പ്രവർത്തിക്കില്ല. ആ സ്ഥിതിക്ക് എന്താ ഇനി വേണ്ടത്? അടുത്തതെന്താ? ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ? അതല്ല, ഒരു കാലത്ത് രാജ്യമൊക്കെ ഭരിച്ച ആളുകൾ പിന്നെ അത് വേണ്ടാന്ന് വയ്ക്കാറുണ്ട്. ആരെങ്കിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പോയത് പോണേ, ഇനി അതിനെ പറ്റി ആലോചിച്ചൊന്നും വേണ്ട. ഒരു കാലത്ത് കുറുകന്മാരും നമ്മളൊക്കെ അനുഭവിച്ചു, ഇനി വേണ്ട എന്ന് വിചാരിച്ചും കൊണ്ട് ഇപ്പോഴത്തെ നിലക്ക് ഇതേപോലെ അങ്ങനെ കഴിയാം. ഇവിടെ എങ്ങനെ ഇരിക്കുമ്പോ ഇരിപ്പിനൊന്നും മാറ്റമൊന്നും നടക്കില്ല അല്ലേ? പണ്ട് അവിടെ ഇരുന്ന പോലെ തന്നെ ആ കാലിന്റെ മുകളിൽ കാലൊക്കെ കയറ്റി വെച്ചാൽ ക്ഷേമമായിട്ട് എവിടെ ചെന്നാലും അങ്ങനെ ഇരിക്കുന്ന സാധനം എന്താണെന്നുള്ളത് നോക്കുക. അന്നിരുന്ന സാധനമല്ല, അവിടെ ഇന്ന് ഇരിക്കണാണോ? ആളിന് മാറ്റമില്ലാന്നോ, അവസ്ഥയൊക്കെ മാറ്റം വന്നു ഇല്ലേ? അത് ഇങ്ങനെ മതിയോ? ഇനി അതല്ല, ക്ഷത്രിയന്മാരെങ്ങനെയാ വേണ്ടത് വെച്ചാൽ അതേപോലെ അവരുടെ ധർമാനുസരിച്ച് രാജ്യം സമ്പാദിക്കുകയാണോ വേണ്ടത് ആലോചിക്കാം. അങ്ങനെ തന്നെയാ വേണ്ടത്. അവനവന്റെ രാജ്യം അത് നഷ്ടപ്പെടുത്തല്ല, അന്യാധീനപ്പെടുത്തല്ല വേണ്ടത്. അവനവന്റെ രാജ്യം അവനവന്റെ ആക്കണം അല്ലേ? എന്നാ എന്താ അതിനിപ്പോ എന്താ വേണ്ടി വരിക? സാധാരണ എങ്ങനെയാ ക്ഷത്രിയന്മാരിങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ രാജ്യം നേടുന്നത് അവനവന്റെ ആണെന്ന് വെച്ചാൽ യുദ്ധം ചെയ്തിട്ടാണ്. യുദ്ധം ക്ഷത്രിയന്മാർക്ക് നിഷിദ്ധമല്ല, ക്ഷത്രിയ ധർമ്മത്തിന് പെട്ടതാണ്. ഇപ്പൊ യുദ്ധം വേണ്ടി വന്നാൽ യുദ്ധം തുടങ്ങിയാൽ ദുര്യോധനോട് യുദ്ധം ചെയ്യാൻ ഉള്ള ശക്തി, അതിനുള്ള പ്രാപ്തി പാണ്ഡവന്മാർക്കുണ്ടോ എന്നുള്ളതാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ കൗരവന്മാരും യുദ്ധം ചെയ്യാൻ പുറപ്പെടുമ്പോ അവര് മാത്രമല്ല, അവർക്ക് വലിയ സൈന്യമുണ്ട്, സാമന്തന്മാരായിട്ടുള്ള രാജാക്കന്മാരുണ്ട്, ഭൂമിയിലെ അനവധി ആളുകൾ അവരെ സഹായിക്കാറുണ്ട്. പാണ്ഡവന്മാർക്കോ പാചാരൻ വിരാടൻ തുടങ്ങിയിട്ടുള്ള രണ്ട് ബന്ധുക്കളാണ് അല്ലേ? പിന്നെ നിങ്ങളുള്ളൂ. ആയുധത്തിന്റെ സംഭാരങ്ങളുടെ ആയുധശക്തി ഒക്കെ ആലോചിക്കട്ടെ. എന്നാ അതിനൊരു മാർഗം എന്താ? യുദ്ധത്തിന് ക്ഷത്രിയന്മാർക്ക് സഹായം ആവശ്യപ്പെടാം മറ്റു രാജാക്കന്മാരോ മറ്റ് രാജ്യം ഭരിക്കുന്ന ആളുകളോട് അവരെ സഹായിക്കണം എന്ന് ആവശ്യപ്പെട്ടാൽ ക്ഷത്രിയന്മാരായുള്ള രാജാക്കന്മാര് അങ്ങനെ ക്ഷണം കിട്ടിയാൽ അത് അവർക്ക് നിരസിക്കില്ല, അവരത് സംബന്ധിച്ചോളണം എന്നാണ്. അതുകൊണ്ട് എന്ത് വേണം? ദുര്യോധനനോട് യുദ്ധം ചെയ്യണമെങ്കിൽ അതിനുള്ള കോപ്പ് കൂടണമെങ്കിൽ മറ്റ് രാജാക്കന്മാരുടെ സഹായം ചോദിക്കേണ്ടി വരും കേട്ടോ. എന്താ അതിന് വിഷമമൊന്നുമില്ലല്ലോ, അതിന് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ്, അത് രാജനീതിയാണ്. അപ്പോ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിന് ദൂതന്മാരെ നിർണ്ണയിക്കണം, രാജാക്കന്മാരുടെ സമീപത്തേക്ക് അവിടെ ചെന്ന് അവരെ ക്ഷണിക്കണം. ക്ഷണിച്ചാലേ ക്ഷത്രിയർ വരുള്ളൂ, ക്ഷണിക്കാത്ത വരുന്ന ആളുകളല്ല. ഇപ്പൊ ക്ഷണിച്ചിട്ടേ അവർ വരൂ. അവരെ ക്ഷണിക്കാൻ ദൂതന്മാരെ പുറപ്പെടുവിക്കണം. അത് ആദ്യം ചെയ്തോള. അത് ഒരു ഭാഗത്ത് നടന്നോട്ടെ. ഈ അത് നടന്നു, അത് നടക്കണ്ടെന്ന്
യുദ്ധം പാണ്ഡവന്മാരുടെ ആവശ്യമല്ല. അതല്ല പാണ്ഡവന്മാർക്ക് താല്പര്യം, ആഗ്രഹിക്കണതല്ല. യുദ്ധം ഇല്ലാതെ കണ്ട് സന്ധി ഉണ്ടാവുക, യുദ്ധം കൂടാതെ തന്നെ ഭംഗിയാവുക വെച്ചാൽ അതന്നെയാണ് വേണ്ടത്. അതിനുവേണ്ടി ദുര്യോധനന്റെ അടുത്തേക്ക് ഒരു ദൂതനെ സന്ധി സംഭാഷണത്തിന് പറഞ്ഞേക്കാതെ കൗശലമാണ്. ഏതെങ്കിലും ഒരാളും വേണ്ടി വരില്ല. അവിടെ ചെന്നാൽ ഇതൊക്കെ ഭംഗിയായിട്ട് പറയാൻ വൈഭവം ഒരാളെ അങ്ങനെ പറഞ്ഞേക്കുകയും വേണം. ഇതിന് രണ്ടിനുള്ള ശ്രമങ്ങൾ തരണം. ഏത് ഭഗവാൻ പറഞ്ഞു. ഇപ്പൊ എല്ലാവരും ഉണ്ടല്ലോ, ഇപ്പൊ എല്ലാവരെയും സമക്ഷത്തിലാണെന്ന് പറയണത്. അത് പറഞ്ഞ അതിനുള്ള ചുമതലകളൊക്കെ പാചാലനെയും രാമനെയും ഏൽപ്പിച്ച് ഭഗവാനും ജ്യേഷ്ഠനും മറ്റാളുകളും ദ്വാരകയിലേക്ക് മടങ്ങിപ്പോയി. ഇങ്ങനെ പോയതിന് ശേഷം എന്താണോ ഭഗവാൻ കൽപ്പിച്ചത് ധർമ്മപുത്രർ അത് ഭംഗിയായിട്ട് നിർവഹിക്കണം. ഭഗവാൻ പറഞ്ഞ പോലെ തന്നെ അനുസരിച്ചത് പ്രവർത്തിക്കണം. ഇങ്ങനെ പ്രവർത്തിച്ചു. ധർമ്മപുത്രരുടെ ഈ പ്രവൃത്തി, ഇപ്പൊ പറഞ്ഞ ഈ പ്രവൃത്തി അതുകൊണ്ടോ ദുര്യോധനൻ വിജ്ഞാനം ചെയ്തു. ദുര്യോധന അറിഞ്ഞു. എന്താ ദുര്യോധന അറിഞ്ഞു എന്ന് പറയാൻ? ഒരു പ്രവൃത്തി ചെയ്ത ഒരാൾ അറിഞ്ഞാൽ ഇതിന്റെ വലിയ വിഷമമാണെങ്കിൽ ഇതൊക്കെ പരസ്യമായിട്ട് ചെയ്യണമല്ല. അതെന്താ രാജധർമ്മം, രാജതന്ത്രം, അത് രഹസ്യ. വല്ലാണ്ട് പരസ്യമാക്കി, വല്ലാണ്ടെന്നല്ല ഒട്ടും പരസ്യമാവുന്നതല്ല. ആരാണോ അത് ചെയ്യണത് അയാളും അതിൽ നിയോഗിക്കുന്ന ആളുകളും മാത്രമേ ഇതൊക്കെ അറിയാറുള്ളൂ. അല്ലാണ്ട് രാജ്യരഹസ്യങ്ങൾ, രാജ്യത്തിന്റെ രഹസ്യങ്ങൾ പരസ്യമാക്കലില്ല. അങ്ങനെ രഹസ്യമായിട്ട് കോപ്പിയായിട്ട് ചെയ്തിട്ടുള്ള ഈ പ്രവൃത്തി ദുര്യോധനൻ അറിഞ്ഞു വശായി. എങ്ങനെ ദുര്യോധനൻ മനസ്സിലാക്കി? ധർമ്മപുത്രർ രഹസ്യമായിട്ടൊക്കെ ചെയ്തതല്ലേ. അതിന് വഴി ചരന്മാര് മുഖാന്തരം ചാരന്മാര് വഴിയായിരുന്നു. ചാരന്മാരാണ് അതൊക്കെ ദുര്യോധനെ അറിയിച്ചത്. പാരചാരന്മാര്, ദുര്യോധനചാരന്മാര്, ചാരചാരന്മാർ. അത് എന്താണെന്ന് പറയുന്ന ഞാൻ ചാരന്മാരൊക്കെ ആരെ ചാരൻ എവിടെയെങ്കിലും കൊണ്ടൊക്കെയായിരിക്കുന്ന ആളുകളാണ്. അവിടെ ചെന്നാലും ചാരി ഇരിക്കുക, അല്ലാണ്ട് വേറെ ഒന്നും ഇല്ലാണ്ട് പറ്റില്ല. ചാരാണ്ട് പറ്റില്ല. അങ്ങനെയുള്ള ആളുകളെയാണ് ചാരന്മാരെന്ന് പറയുന്നത്. ചാരന്മാരെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ആരുടെയെങ്കിലും പോകുന്ന ചാരന്മാരല്ല. പിന്നെ ചരിക്കുക, മൂഢായിട്ട് ചരിക്കുക, അതാണ് അതിന്റെ അർത്ഥം. ഗോപിയായിട്ട് ചരിക്കുക എന്ന് പറഞ്ഞാൽ ആരാണ് എന്നുള്ളത് പുറമേക്ക് അറിയില്ല. വേറെ എന്തൊക്കെയാണെന്നാണ് മറ്റുള്ള ആളുകൾ ധരിക്കുന്നത്. മറ്റെന്തോ ആണെന്ന് ധരിപ്പിച്ച പെരുമാറുന്ന ആളുകൾ. അപ്പൊ ഈ ചാരന്മാരെന്ന് പറഞ്ഞാൽ രാജാവിന്റെ അത്യന്താപേക്ഷിതമായിട്ടുള്ള സഹായിക്കാനുള്ള ആളുകളാണ്. അവർ രാജാക്കന്മാർക്ക് അന്വേഷണീയന്മാരായിട്ടുള്ള ആളുകൾ. അതുകൊണ്ടാണ് രാജാവിനെ ചാരചക്ഷുസ് എന്നാ വിളിക്കുക. ചാരചക്ഷുസ് എന്ന് പറഞ്ഞാലോ, ചക്ഷുസ് എന്ന് പറഞ്ഞാലാണ്. ഇപ്പൊ ചാരചക്ഷുസ് എന്ന് പറഞ്ഞാലോ ചിലരുടെ കണ്ണങ്ങനെയാവുള്ള നടന്നായിട്ടുണ്ടാവും. ചാര നിറത്തിലുള്ള കണ്ണുള്ള ആളുകളെ കണ്ട ചാരചക്ഷുസ് എന്ന് വിളിക്കാം. നല്ല നടപ്പുണ്ടാവില്ല. ഇത് കുറച്ച് വയസ്സായപ്പോൾ അത്ര കാര്യമായിരുന്നു തോന്നുന്നു. ഇത് വെളുത്തിറങ്ങി അങ്ങനെയൊക്കെ കണ്ണിന് നടമാറ്റം വരും. അതല്ല പിന്നെയോ, ചാരന്മാര് ആരുടെ ചക്ഷുസുകളായിട്ടാണോ പ്രവർത്തിക്കുന്നത് അയാളാണ് ചാരചക്ഷുസ്. രാജാവിന്റെ കണ്ണുകളാണ് ചാരന്മാര്. ഇപ്പൊ ഇത് എത്ര കണ്ണുണ്ടായാൽ മതിയാവും ഇല്ലേ? രാജാവ് അല്ലാണ്ട് തന്നെയും കണ്ണു മതിയാവില്ല. ഒരു 4-5 കൂടി ഉണ്ടായെന്ന് വെച്ചാൽ ഇല്ലേ? അങ്ങനെയല്ലേ തോന്നുന്നതാ. ഇത് 4 പുറമുള്ളത് എവിടുന്ന് എന്തൊക്കെയാ വരുന്നത് മനസ്സിലാവില്ല. അപ്പൊ ഒരു രാജാവിന് എത്ര കണ്ണു വേണം രാജ്യം ഭരിക്കണം എന്നുണ്ടെങ്കിൽ? അതിനാണ് ചാരന്മാരെ പറഞ്ഞേക്കും. കണ്ടാ തോന്നുന്ന എന്തോ ഒരു കൊള്ളരുതാത്തവരാണൊക്കെ മുന്നിന്റെ വേഷത്തിലൊക്കെ വരും. വേഷമൊക്കെ മാറി ഇങ്ങനെയൊക്കെയാണ് പല തെറ്റിലും പോയി വരികയും. പക്ഷേ അതിബുദ്ധിശാലികളാ ഇവര്. എപ്പോഴും ശത്രുവിന്റെ സന്ദേഹത്തിൽ അധികം ഉണ്ടാവുക. ഏത് രാജാവിന്റെ ആയിക്കോട്ടെ. ഇപ്പൊ ഇവിടെ ചാരന്മാരൊക്കെ ദുര്യോധനൻ നിയോഗിച്ചിട്ടുള്ള ചാരന്മാര് പാണ്ഡവന്മാർ എവിടെ ഉണ്ടോ അവിടെ ഒക്കെ ഉണ്ടാവും. ഓരോ വേഷത്തിലുണ്ടാവും. അത് പുരുഷന്മാരുടെ ആവണമെന്നൊന്നുമില്ല. സ്ത്രീകളാവാം, ഏത് തരത്തിലാവാം, ഏത് സമ്പ്രദായത്തിലാവാം. അങ്ങനെയുള്ള ആളുകളോട് വന്നു കഴിയും. എന്തൊക്കെ ഒരു ചെയ്യണം അതൊക്കെ അപ്പം പറഞ്ഞ് ദുര്യോധനെ ബോധിപ്പിക്കാം. ഇതാണ് ചാരന്മാരുടെ പ്രവൃത്തി. ഈ ചാരന്മാരെ മുഖാന്തരം ദുര്യോധന അറിഞ്ഞു. അറിഞ്ഞപ്പോഴോ ദുര്യോധന തങ്ങൾ അറിഞ്ഞപ്പോഴാണ് ഈ പ്രവൃത്തി ജ്യേഷ്ഠൻ ധർമ്മപുത്രരുടെ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങളുടെ ഒരു ഭാഗത്തുണ്ടെന്ന് അറിഞ്ഞപ്പോ ഓ അങ്ങനെയാണ് അല്ലെ. എന്നാ പുറമേക്ക് ഇതല്ല കേൾക്കണത്. പാണ്ഡവന്മാർക്ക് യുദ്ധത്തിന് താല്പര്യമില്ല, മോഹമില്ല. അവര് സന്ധിക്കാണ് ഉത്സാഹിക്കുന്നത്. എന്നാൽ അങ്ങേ പുറത്ത് രഹസ്യമായിട്ടൊരു യുദ്ധശ്രമം
അതിനുള്ള ഒരുക്കങ്ങളും നടത്തുന്നുണ്ടോ. അപ്പോ ദുര്യോധനൻ എന്ത് കാര്യവും അവനോന്റെ ബുദ്ധി കൊണ്ട് മാത്രം ആലോചിച്ച് പ്രവർത്തിക്കില്ല. ബുദ്ധി അതൊക്കെ പറഞ്ഞു കൊടുക്കാനാവുന്ന അമ്മാവൻ ശകുനി. അമ്മാവനാണ് വേണ്ട ബുദ്ധി ഉപദേശിക്കാൻ. മരുമകന്റെ ഉദ്ദേശത്തിന് ഇങ്ങനെ പല അമ്മാവന്മാരുണ്ടാകും. ആ അമ്മാവ മുഖ്യ സ്ഥാനത്തിരിക്കുക ഈ മരുമകനെ കേവനാക്കുക എന്നുള്ളത് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അതിപ്പോ തുടങ്ങിയതല്ല ഈ മരുമകനെ, പണ്ടന്നെ ഉണ്ടാ ഇങ്ങനെയുള്ള ആളുകൾ. അപ്പൊ ആ ശകുനിയാണ് കാര്യങ്ങളൊക്കെ വേണ്ട പോലെ ഉപദേശിക്കുന്നത്. അപ്പൊ എന്ത് കാര്യത്തിന് അമ്മാവനെ ആശ്രയിക്കുക ആവശ്യം. അമ്മാവാ ഞാനൊരു കാര്യമൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി. എന്താ എന്നോട് പറയ, പാണ്ഡവന്മാര് എന്താ ഒരു ഉപപ്ലാവിതരല്ലേ, അവിടെ തന്നെ മാറിയിട്ടൊന്നുമില്ലല്ലോ. അതല്ല മാമ, അവരിപ്പോ നമ്മളോട് ഇങ്ങനെ പുറമേ അറിയിച്ചത് യുദ്ധം കൂടാണ്ട് നമ്മളൊക്കെ ആയിട്ട് സന്ധ്യയായിട്ട് തന്നെ പ്രവർത്തിക്കണം അല്ലേ, രാജ്യം എന്താ വെച്ചാൽ അവർക്ക് കൊടുത്താൽ മതി, ഇങ്ങനെയൊക്കെയല്ലേ പറയണത്. അങ്ങനെയാണല്ലോ ഇപ്പൊ കേട്ടതാ. എന്നാ അത് കേട്ടതാ. ഈ കാണാൻ കുറെ വേറെ കണ്ടു. അവര് യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഭൂമിയിലുള്ള രാജാക്കന്മാരെ യുദ്ധത്തിന് ക്ഷണിച്ചിറങ്ങി അവരെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദൂതന്മാര് രാജാക്കന്മാരുടെ സമീപത്തേക്ക് പുറപ്പെട്ടിറങ്ങി എന്നുള്ളതാണ് ഇപ്പൊ അറിയുന്നത്. ധർമ്മപുത്രൻ അങ്ങനെ പ്രവൃത്തി ചെയ്യണ്ടല്ലേ. ഓ, അറിഞ്ഞതെന്തായാലും നന്നായി. ദുര്യോധന അറിഞ്ഞൂല, നന്നായി. മാമ ഇനി എന്താ വേണ്ട, നമ്മളെന്താ അതിന് പ്രതിക്രിയ ചെയ്യേണ്ടതാണ് പറയാം. എന്താണോ ധർമ്മപുത്രൻ ചെയ്തത് അതന്നെയാണ് നമ്മളും വേണ്ടത് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല. ഈ രാജാക്കന്മാരോട് നമ്മൾ സഹായം ആവശ്യപ്പെടണം. രാജാക്കന്മാരെ നമ്മളും യുദ്ധത്തിന് ക്ഷണിക്കണം. അതെന്തിനാണ്? നമുക്കതിന്റെ ദാരിദ്ര്യമുള്ളവരല്ലേ മറ്റവന്റെ സഹായം ആവശ്യപ്പെടുക, ഇല്ലാത്തവരല്ലേ. നമുക്കുണ്ടല്ലോ യുദ്ധം ചെയ്യാനുള്ള സൈന്യം. എത്ര സൈന്യം ഇവിടെ ഉണ്ടാവും? അവരൊക്കെ പോരെ പോരാ. ദുര്യോധന ഭൂമിയിൽ അനവധി രാജാക്കന്മാരില്ലേ. പാണ്ഡവന്മാര് സ്വതേ പ്രബലന്മാര്, അവരുടെ കൂടെ ഭൂമിയിലുള്ള രാജാക്കന്മാരൊക്കെ കൂടിയായിട്ട് കഥ ആലോചിക്കാം. നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് രാജാക്കന്മാരുടെ സഹായം ആവശ്യത. ഇത് മാത്രല്ല, പാണ്ഡവന്മാരുടെ അടുത്തേക്ക് പോകണ ആളുകള് അങ്ങനെ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും അവരെ നമ്മുടെ കാണണം കേട്ടോ. രാജാക്കന്മാരുടെ അടുത്തേക്ക് എത്രയും വേഗത്തിൽ ദൂതന്മാരെത്തണം. അതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പൊ തന്നെ അങ്ങോട്ട് തുടങ്ങിയിട്ടുള്ള രാജാക്കന്മാരെ ക്ഷണിക്കാനുള്ള ശ്രമം നടത്തണം. എല്ലാവരെയും ക്ഷണിക്കാം. ഇന്ന ആളെന്ന് മാറ്റണ്ട, എല്ലാവരെയും ക്ഷണിക്കണം. ആയിക്കോട്ടെ. എന്താണോ നിർദ്ദേശം അവ ദുര്യോധനൻ അനുസരിച്ചു. എങ്ങനെ അനുസരിച്ചു? രാജന്യഗണായ ദൂതാൻ വിസൃജ്യ, രാജന്യഗണത്തിനായിക്കൊണ്ട് ദൂതന്മാരെ പുറപ്പെടുവിച്ചു. രാജാക്കന്മാരെ ക്ഷണിക്കാനായിട്ട് അനവധി ദൂതന്മാരെ പുറപ്പെടുവിച്ചു. പുറപ്പെടുവിച്ച ദൂതന്മാര് ഒരു ദൂതനല്ല, അനവധി ദൂതന്മാര് എന്ന് പറഞ്ഞാൽ ഓരോ രാജാവിന്റെ അടുത്തേക്ക് ചിലപ്പോ ഒന്നിലധികം പോകും. അതിന്റെ ആവശ്യം എന്താ? ഒരു രാജാവിന്റെ അടുത്തേക്ക് ഒരാൾ പോയാൽ പോലെ പോരാ. ഇപ്പോ അങ്ങോട്ട് പോകണോന്ന് വഴിക്കത്തെങ്കിലും ദീനം വന്നാല് അങ്ങനല്ലേ, ഓരോ സ്ഥലത്ത് ഓരോ ദീനം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവരവിടെ എത്തിയില്ല, മഹാരാജാവിന്റെ മുമ്പിൽ എത്തിയിട്ടില്ല. ദീനം കാരണം വഴിയിൽ കുഴഞ്ഞ വീട്ടിൽ തെറ്റുകൂടുക എന്തെങ്കിലും ചെയ്യും. അങ്ങനെ എന്തെങ്കിലും വന്നാൽ അവനെന്തെങ്കിലും അകത്ത് വെച്ചാലും രാജാവ് വിവരം അറിയാണ്ടിരിക്കരുത്. അതിനാണ് അവന്റെ പിന്നാലെ എന്നും പോകണം. അത്ര കൗശലായ്മ, അത്രയും നിഷ്കർഷയോടാണ് ദുര്യോധനൻ പ്രവർത്തിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ദൂതന്മാരെ സമയത്ത് ഇങ്ങനെ ഓരോ ദിവസം ആരൊക്കെ സഹായിക്കാമെന്ന് സംബന്ധിച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും. അങ്ങനെ വർത്തമാനങ്ങളൊക്കെ പറയുമ്പോഴാണ് ദുര്യോധനൻ ഇവിടെ ഒരുപാട് ചുമതലയുള്ള ആളുകൾ ഓടി നടക്കുക. എത്ര ആളുകളുടെ കാര്യം നോക്കണം, അവനവന്റെ മാത്രം നോക്കണോട്ട് കൂടി ഇരിക്കാം. ഇതങ്ങനെയല്ല, നാട്ടിലുള്ള ആളുകളുടെ കാര്യം നോക്കുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള രാജാക്കന്മാരാകുമ്പോ അവരുടെ മറ്റുള്ള ആളുകളുടെ കാര്യങ്ങളൊക്കെ നോക്കി ദുര്യോധനൻ ഇതൊക്കെ അവിടെ ഇരിക്കും. എന്താ ഈ രാജാക്കന്മാരുടെ കാര്യങ്ങൾ ഒരുവിധമൊക്കെ ഇങ്ങനെ വന്നിറങ്ങിയില്ലേ ആരൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞപ്പോഴാണ്. അല്ലെ ഇപ്പൊ ഈ പറഞ്ഞ കൂട്ടത്തില് ദ്വാരക എന്നുള്ള വിവരം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ആരാ പോയിരുന്നത്? ആരെയും പറഞ്ഞേക്കില്ല. അതെന്താ അങ്ങനെ പറഞ്ഞേക്കാണ്ടിരുന്നത്? പറഞ്ഞേക്കാണ്ടിരുന്നത് വേറെ ദ്വാരകയായോണ്ട് തന്നെയാ പറഞ്ഞേക്കാണ്ടിരുന്നത്. ദുര്യോധന ദ്വാരക ഭൂമിയിലൊരു രാജ്യമല്ലേ? അതെ. ആ രാജ്യം ജയിക്കണവനാരാ? ആ രാജ്യം ഭരിക്കണവനാരാ? അതാരാ?
കൃഷ്ണൻ അല്ലേ? ആ, അതുകൊണ്ട് തന്നെ ഞാൻ ആളെ പറഞ്ഞേക്കാണ്. കൃഷ്ണനെ ക്ഷണിക്കണ്ടേ? വേണ്ട. ശത്രുവിനെ ആരെങ്കിലും സഹായത്തിന് ക്ഷണിക്കുക. അമ്മാമ, ആ വഷളൻ അവനാരുടെ ആളാ? പാണ്ഡവന്മാരുടെ. നമ്മൾ എന്തൊക്കെ തരത്തില് പാണ്ഡവന്മാരെ ദ്രോഹിക്കാൻ ശ്രമിച്ചോ, അവരെ അപായപ്പെടുത്താൻ ശ്രമിച്ചോ, അപ്പോഴൊക്കെ ഈ മഹാഭാവി ഒറ്റ വരുന്ന അവരെ കരകയറ്റിയത്. അവനില്ലായിരുന്നു വെച്ചാൽ ഇവരെ എന്താ ഇല്ലാണ്ടാവുമായിരുന്നു. അവൻ അവരുടെ ആളാണ്, അവനെ ക്ഷണിക്കണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ക്ഷണിച്ചിട്ട് കാര്യമില്ല, അവൻ ഞങ്ങളുടെ പോകുള്ളൂ. ദുര്യോധന അങ്ങനെ വിചാരിക്കരുത്. കൃഷ്ണനെ ക്ഷണിക്കണം. അതെന്തിനാ ചോദിച്ചാൽ ക്ഷണിക്കണം. യുദ്ധല്ലേ, ക്ഷണിച്ചില്ല എന്ന് പറയാൻ പാടില്ല. അപ്പൊ അത് വേണം തന്നെയാണോ അമ്മാവൻ പറയുന്നത്? വേണം, കൃഷ്ണനെ ക്ഷണിക്കണം. പറഞ്ഞിട്ട് അനുസരിക്കാണ്ട് ഇല്ലാന്നുണ്ടാ ഞാൻ ആരെങ്കിലും പറഞ്ഞേക്കാം. പോരാ, കൃഷ്ണനെ ക്ഷണിക്കാൻ ആരെങ്കിലും പോയാൽ പറ്റാം. പിന്നെ ആരും വേണം? ദുര്യോധന ശ്രീ കൃഷ്ണനെ ക്ഷണിക്കാൻ നമ്മുടെ അതിനൊക്കെയുള്ള ബുദ്ധിയുള്ള ഒരാൾ വേണം. കാരണം കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അതിബുദ്ധിശാലിയാ, കൗശലശാലിയാ. കൃഷ്ണന്റെ അടുത്തേക്ക് കൗശലമില്ലാത്ത ഏതെങ്കിലും ഒരുത്തരം പറഞ്ഞേക്കൂടെ കാര്യമുണ്ടോ? അവിടെ ചെന്നാൽ അവന് കൃഷ്ണൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവനെ കൗളിച്ചുകൊണ്ട് പറഞ്ഞേക്കും. അപ്പൊ അങ്ങനെ കവളിക്കപ്പെടാത്ത ഒരാളാ പോകുന്നത്. അപ്പൊ അമ്മാവന് ആര് വേണമെന്നാ പറയുന്നത്? ദുശാസനം, കർമ്മം, ഇങ്ങനെയുള്ള അവരൊന്നും ആയാ പറഞ്ഞേക്കാൻ. പിന്നെ ആരാ? ദുര്യോധന. ഞാൻ ആലോചിക്കുമ്പോ വേറെ ആരും ആയാ അത്രയും ധൈര്യമാണെന്ന് തോന്നണില്ല. കൃഷ്ണനെ ക്ഷണിക്കാൻ ദുര്യോധന തന്നെ അങ്ങനെ പോയിക്കൂടെ? ദുര്യോധന തന്നെ അങ്ങനെ പോയിക്കൂടെ? ഞാനോ അവനെ ക്ഷണിക്കാനോ അവന്റെ സഹായം ചോദിക്കാനോ? ഇല്ല, ഞാൻ അങ്ങോട്ട് പോവില്ല. ഞാൻ ഇന്നേവരെ ഒരാളടുത്ത് അങ്ങോട്ട് പോയി ചോദിച്ചിട്ടില്ല. ദുര്യോധനൻ കുറച്ച് അഭിമാനമുള്ളതില്ല. ആരുടെ മുമ്പിൽ ചെന്ന് അങ്ങനെ ചോദിക്കൊന്നുമില്ല. അതുകൊണ്ട് വേറെ ആരുടെ അടുത്ത് ഞാൻ പോയിട്ടില്ല. ഇനി ആരുടെ അടുത്ത് പോയാലും ദുര്യോധന ഇവന്റെ അടുത്ത് മാത്രം ഞാൻ പോവില്ല. അതെന്താ? അമ്മാമ്മ അവനെ അങ്ങനത്തോന്നല്ലേ, അവനെ ക്ഷണിക്കാൻ ഞാൻ അങ്ങോട്ട് പോവേ. ഇത് മാത്രമല്ല, ആഭിജാത്യങ്ങൾ അതൊക്കെ നോക്കട്ടെ. ഞാൻ ആരാ? കുരുവംശജാവൻ. അവനോ ഏതോ ഒരു വംശത്തിൽ ജനിച്ചവൻ, യാദവ വംശത്തിൽ ജനിച്ചിട്ടുള്ള ഒരുത്തൻ. അവന്റെ അടുത്തേക്ക് ഞാൻ പോയി സഹായം ചെയ്യുകയെ ഞാൻ പോവില്ല. ദുര്യോധന അങ്ങനെയൊന്നും വിചാരിക്കരുതാ. കൃഷ്ണൻ കൗശലക്കാരനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത് മാത്രല്ല, കൃഷ്ണൻ എല്ലാവരുടെയും ആളാണെന്ന് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവൻ ഞാൻ എല്ലാവരുടെയാണ്, ഒരേപോലെയാണ് എനിക്ക് എല്ലാവരും എന്ന് നടിക്കും. ഉള്ളിന്റെ ഉള്ളിലാണ് ഈ മാറ്റം ഉണ്ടാവുക. അപ്പൊ പാണ്ഡവന്മാരുടെ ആളാണ് കൃഷ്ണൻ എന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ദുര്യോധനൻ തന്നെ പോകണം. അവിടെ ചെന്ന് ദുര്യോധനൻ സഹായം ചോദിക്കുമ്പോ കൃഷ്ണനും എനിക്ക് പറ്റില്ല എന്നാണ് പറയണതെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും ദുര്യോധനൻ സഹായം ചോദിച്ചിട്ടും കൃഷ്ണൻ ഇങ്ങോട്ട് വന്നില്ല. കൃഷ്ണൻ പണ്ടേക്ക് പാണ്ഡവന്മാരുടെ ആളാണ്, പക്കവാദിയാണ് എന്ന് കേൾപ്പിക്കാലോ. അങ്ങനെയും കൂടി ഒരു പ്രയോജനം കൃഷ്ണനെ വഷളാക്കുക. ഞാൻ പോയാ വേണം, അത് അങ്ങനെ വേണമെന്നുള്ള വേണം. ദുര്യോധന ഞാനല്ലേ പറയണത്, ഞാൻ പറഞ്ഞ അനുസരിക്കില്ലേ? അനുസരിക്കാം. കൃഷ്ണനെ ക്ഷണിക്കാൻ ദുര്യോധനൻ അമാന്തം വേണ്ട, വേഗം ആയിക്കോട്ടെ. അങ്ങനെ പറഞ്ഞപ്പോ സുയോധന ദുര്യോധനൻ ദ്വാരകാ രാജധാനിയിലേക്ക് പുറപ്പെട്ടു. ഭഗവാനെ ശ്രീകൃഷ്ണനെ ക്ഷണിക്കാൻ വേണ്ടിയാണ്. എങ്ങനെ? ആദ്യമായിട്ടാണോ ദ്വാരകയിലേക്ക് പോകുന്നത്? ഇതിന് മുമ്പേ ദുര്യോധനൻ പോയിട്ടില്ലാത്തൊരു സ്ഥലമല്ലാതെ ഇതിന് മുമ്പേ പോയിട്ടുണ്ടോ? പക്ഷേ മുമ്പേ എങ്ങനെയാണോ പോയത് ആ അവസ്ഥയിലല്ല ഇപ്പൊ പോണത്. ഇപ്പൊ ദുര്യോധനന്റെ അവസ്ഥ എന്താണെങ്കിൽ അർത്ഥിയായിട്ടാണ്. മറ്റൊരു ഗുരുനാഥനോട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കാണാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ അഭിമാനമായിട്ട് ഗുരുനാഥനെ കാണാനുള്ള നോക്കേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോ അർത്ഥിയായിട്ടാണ്, അപേക്ഷിക്കുന്നവനായിട്ടാണ്. കൃഷ്ണന്റെ സഹായം, ദ്വാരകയിലുള്ള സഹായത്തെ യാചിക്കാനെന്നുള്ള മട്ടിലാണ് ദുര്യോധനൻ അങ്ങോട്ട് പുറപ്പെടുന്നത്. ദുര്യോധനൻ മനസ്സുകൊണ്ട് ഒട്ടും നിർബുദ്ധി ഉണ്ടായിട്ടില്ല. അമ്മാമ പറഞ്ഞു യുദ്ധം ചെയ്യലാണ് ആവശ്യം, പാണ്ഡവന്മാരെ ജയിക്കണം. അതിനെന്തൊക്കെയാണെന്ന് വെച്ചാൽ ചിലതൊക്കെ പ്രവർത്തിക്കേണ്ടി വരും, ഇട്ടോ ഇല്ലാത്തതൊക്കെ വേണ്ടി വരും. ഇവിടെ അമ്മാമ പറഞ്ഞപ്പോ ഒട്ടും മനസ്സുകൊണ്ട് നിർബന്ധിക്കാണ്ട് ദുര്യോധനൻ ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. ഇങ്ങനെ ദുര്യോധനൻ രാജാക്കന്മാരെ ക്ഷണിക്കാൻ ദൂതന്മാരെ നിയോഗിക്കുകയും യുദ്ധത്തിനായിക്കൊണ്ട് സഹായം ചോദിക്കാൻ കൃഷ്ണന്റെ അടുത്തേക്ക് പുറപ്പെടുകയും ചെയ്ത അതേ സമയം മറ്റൊരാളും ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. വേറൊരാളും ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. അതാരാ?
എങ്കിൽ മഘവാവിന്റെ ആ പുത്രനും മഘവാവിന്റെ അപ്രകാരമെല്ലാമുള്ള പുത്രൻ. മഘവാവ് ദേവേന്ദ്രൻ, ദേവേന്ദ്രന്റെ അങ്ങനെയെല്ലാമുള്ള പുത്രൻ. ദേവേന്ദ്രന്റെ പുത്രനല്ലാവുള്ളൂ, പിന്നെയോ അങ്ങനെയെല്ലാമുള്ള പുത്രൻ. ദേവേന്ദ്രന്റെ പുത്രന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ. സന്തതികൾ കുറെ ഉണ്ടായാൽ എല്ലാവരും പോലെ ആവണമെന്നില്ല. അതുകൊണ്ടാണ് ഇപ്പൊ അധികം സൃഷ്ടിക്കാൻ ഒരെണ്ണത്തിനെ ഉണ്ടാക്കിയിട്ട് നേരെയാക്കാം. അങ്ങനെയാ. മറ്റേത് അങ്ങനെയല്ല, കുറെ എണ്ണം ഉണ്ടാകുമ്പോ തട്ടിച്ചൊരുത്തം രക്ഷപ്പെട്ടു. അവൻ രക്ഷപ്പെട്ട ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് പിന്നോളാം എന്ന് വിചാരിച്ചിട്ടാ. എന്നാ ഒരെണ്ണം വെച്ചാൽ അതിനെ നേരെയാക്കിക്കോളാം, അവൻ കേമനാവണുണ്ടോന്ന് നിശ്ചയിച്ചാണ്. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇപ്പൊ അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. ഇവിടെ ദേവേന്ദ്രന് സന്തതികൾ പറയണ്ട, തരക്കിടമില്ല, ഉള്ളതൊക്കെ ഭംഗിയായിട്ട് കേമന്മാരൊക്കെ തന്നെയാണ്. എങ്കിലും അതിന് ഏറ്റവും യോഗ്യതയുള്ള ആളാണ്. ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രദ്ധനായിട്ടുള്ള സന്തതി അർജുനൻ. മധ്യമമാണവനായിട്ടുള്ള അർജുനനാണ് പുത്രന്മാരിൽ വെച്ച് ഏറ്റവും കീർത്തിയോടുകൂടിയിട്ടുള്ള ആ അർജുനനും പുറപ്പെട്ടു. എങ്ങനെ എന്താണെങ്കിൽ ഉപപ്ലാവ്യത്തിന് ഇവര് പാണ്ഡവന്മാരെ കാര്യാലോചന നടത്തുന്നു. അങ്ങനെ കാര്യാലോചന നടത്തുമ്പോഴാണ് ഭാഗവതർ ചോദിച്ചു, എങ്ങളൊക്കെ ആരൊക്കെ പോയി ദ്വാരകയിലേക്ക് ആരും പറഞ്ഞില്ല. അതെന്താ അങ്ങനെ ചെയ്യാണ്ടിരുന്നത്? അല്ല, അത് ഭഗവാനെ ഇപ്പൊ ക്ഷണിക്കണം. ഭഗവാൻ നമ്മുടെ ആളല്ലേ, നമ്മളെല്ലാം സഹായിക്കുന്നു. അർജുന, രാജ്യതന്ത്രം രാജധർമ്മം അറിയാത്തോണ്ടാ. രാജാക്കന്മാരെ ആരാണോ ആദ്യം ക്ഷണിക്കുന്നത് അവരുടെ അടുത്തേക്കാണ് പോകുന്നത്. അല്ലാണ്ട് അതില് ഞാൻ ഇന്ന ആളെ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കാൻ പറ്റില്ല. ആരാദ്യം ക്ഷണിച്ചോ അങ്ങോട്ട് പോയി പോകണം. അപ്പൊ എന്താ പറയുന്നത്? പറയുന്നത് അല്ല, ഭഗവാനെ ക്ഷണിക്കണം. ഭഗവാൻ എല്ലാവർക്കും ഒരേപോലെയാ. നമ്മൾ അദ്ദേഹത്തിന് ഭക്തിയുള്ളവരായതുകൊണ്ട് അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടാവുന്നത്. പക്ഷെ അദ്ദേഹത്തിനോട് സഹായം ദുര്യോധനൻ ചോദിച്ചാൽ പാണ്ഡവന്മാരോട് എന്നോട് ചോദിക്കുന്നുണ്ടായിട്ടില്ല, ദുര്യോധനൻ ചോദിക്കുകയും ചെയ്തു. ചോദിച്ചവനെ സഹായിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ആവശ്യക്കാരാണല്ലോ സഹായിക്കേണ്ടത്. ഇപ്പൊ ആവശ്യമുള്ളതാണ് അങ്ങനെ ചെയ്തത്. ആവശ്യമില്ലാത്ത ആളുകളോ ആവശ്യമില്ലാത്ത എന്താ വെച്ചാൽ അയാൾക്കുള്ള പോലെ ആവും. ആവശ്യമുള്ള ആളുകളോ അവരുടെ ആവശ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പൊ അവരെ കണക്കാക്കട്ടെ, വേണ്ടേ? നമുക്കും ആവശ്യമുണ്ട. അദ്ദേഹത്തോട് ചോദിക്കണം കേട്ടോ, സഹായം ചോദിക്കണം. എന്തായാലും അതിലിപ്പോ ഒരാളെ പറഞ്ഞേക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് പോകാൻ പോണതിന് വിരോധം തന്നെ ഉണ്ടോ? അർജുന, അവിടെ പോയി കൂടെ ചേട്ടൻ എനിക്ക് എന്ത് വിരോധം? എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. സന്തോഷമായിട്ട് പോയിട്ട് വേഗം വരണം കേട്ടോ. എന്നാ ചേട്ടൻ ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ ഇപ്പൊ തന്നെ ആയിക്കോളൂ. അർജുനന്റെ സന്തോഷം എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലും ഭഗവാന്റെ അടുത്ത് പോയി കുറച്ചു നേരം അവിടെ ഇരുന്നാൽ വേറെ എവിടെ ഇരിക്കുന്നതിനേക്കാളും സന്തോഷം ഭഗവാന്റെ സാമീപ്യം അനുഭവിക്കാനോ. അങ്ങനെ വിചാരിച്ചുകൊണ്ട് അത്യധികം സന്തോഷത്തോടു കൂടി അർജുനൻ ഭഗവാന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. രണ്ടാളും ഭഗവാന്റെ അടുത്തേക്ക് തന്നെയാണ് പുറപ്പെടുന്നത്. അവസ്ഥയ്ക്ക് മനസ്ഥിതിക്ക് മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ അല്ലേ? എല്ലാവരും ഈശ്വരന്റെ അടുത്തേക്ക് വരും. മാനസികാവസ്ഥ, മനസ്സിന്റെ അവസ്ഥ ഉണ്ടാകണം. വന്നിരിക്കുന്നതൊക്കെ ഒരേ സങ്കേതത്തിലാ. ഓരോരുത്തർക്കും ഓരോ ആവശ്യം കൊണ്ട് വരുന്നു. ഇവിടെ വന്നാൽ അങ്ങനെ ഒരു ഗുണം വരാൻ മോഹം ഉണ്ടായിട്ട് വരുന്നൊന്നല്ല കേട്ടോ. എല്ലാവരും പിന്നെ ദിക്കിന് പോയാൽ എന്നെ ഗുണമുണ്ടോ? ഭഗവാന്റെ അടുത്ത് തന്നെ അന്നാ ഒന്ന് സാധിക്കണമൊക്കെ ഞാൻ പോവാം. സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ വരിക. അങ്ങനെയുള്ള ആളുകളുണ്ട്. എന്നാ ഒന്നും സാധിച്ചില്ലെങ്കിലും വിരോധമില്ല, ഭഗവാന്റെ സാമീപ്യം അനുഭവിക്കുക, അത് അവിടെ പോയിരിക്കുക, അത് വിചാരിച്ചു വരുന്ന ആളുകൾ. അതപ്പോ രണ്ടും അങ്ങനെയാണ്. ദുര്യോധനൻ ഭഗവാനെ ക്ഷണിക്കാൻ പോകുന്നത് അമ്മാമന്റെ നിർബന്ധമില്ലായിരുന്നു ഒത്തിരില്ല. അർജുനനോ ദേഹം തന്നപ്പോഴേക്കും എന്നാ ഞാൻ എവിടെ പോയി കളയാം എന്ന് നിശ്ചയിച്ച അർജുനൻ ഭഗവാന്റെ അടുത്തേക്ക് സന്തോഷമായിട്ട് പറഞ്ഞു. ഇങ്ങനെ രണ്ടാളോ ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞു. അതിന്റെ ശേഷമോ അസ്മിൻ ദ്വാരഭുവി വിനിവേശിതബലേ ദൂരാപസൃത പൗരജനഘോരഹിത കരാരവിന്ദ വൃന്ദ ദുരിതോ ഭയമാർശ്വേണ മാർഗേണ സമദീപ്യ സപ്തകക്ഷ്യാന്തരാണി പ്രകടിത കപടസ്വാവസ്യ ഗുഹനാമാനുഷസ്യ ഭഗവതോ വാസുദേവസ്യ വാസഭവനം പ്രവിശ്യ തത്ര ജാസ്യ ശിരോഭാഗനിഹിത മഹിത മണിഭദ്രാസന മധ്യമധ്യാസീനേ
മാനധനേ സുയോധനേ ധനഞ്ജയോപി നിഭൃതമുപസംഗമ്യ കൃതാഞ്ജലിസ്തസ്യ വൈകുണ്ഠസ്യ ചരണോപഗൃഹേ കുണ്ഠേതരധിയാം വരക്ഷസ്തിഷ്ഠന്നേവ പ്രഭോ പ്രബോധസമയം പ്രതിപാലയാമാസ. അനന്തരം സുയോധനൻ, അതിന്റെ ശേഷം ദുര്യോധനൻ. അതിന്റെ ശേഷം എന്ന് പറഞ്ഞാൽ ദുര്യോധനൻ ഹസ്തിനാപുരത്ത് നിന്ന് പുറപ്പെട്ടു. എങ്ങനെ? മഹാരാജാവ് പുറപ്പെട്ടത് എങ്ങനെയാണോ അങ്ങനെ തന്നെ പുറപ്പെട്ടു. സാധാരണക്കാരൻ പോണ പോലെ ഇതൊന്നുമില്ല. ഇങ്ങനെയുള്ള സ്ഥാനമാനങ്ങളില്ലാത്ത ആളുകൾ പോകുമ്പോൾ അവനോട് ഒറ്റയ്ക്ക് ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. വേണച്ചാൽ വസ്ത്രധാരണം അതെന്താ വെച്ചാൽ വേണച്ചാൽ അവനവന്റെ കയ്യിലുള്ളത് ധരിക്കാൻ പോവാ, അത്രേ വേണു. ദുര്യോധനൻ ആദിയായിട്ടുള്ള മഹാരാജാവാണ്. അപ്പൊ അദ്ദേഹം എങ്ങനെ പുറപ്പെട്ടു ചോദിച്ചാൽ അകമ്പടിയോട് കൂടിയിട്ട് എന്തൊക്കെ എണ്ണങ്ങളാണോ വേണ്ടത് അതൊക്കെ എണ്ണ. ഛത്രചാമരപരിവൃതനായിട്ട് സ്വർണ്ണം കൊണ്ട് ഭംഗിയായിട്ടുള്ള രഥം, അതിന് വിതുരി, നല്ല പട്ടുവസ്ത്രം ഒക്കെ ധരിച്ചിട്ടാണ് പുറത്ത്. വസ്ത്രമൊക്കെ കേമാവണം, അല്ലാണ്ട് ഏതെങ്കിലും ഒന്ന് ധരിച്ചാൽ പോരാ. ഒരുവിധ ആളുകൾ ഒന്നും ഇല്ലാത്തവന്റെ തന്നെ വസ്ത്രം കേമാണ്. അപ്പൊ പിന്നെ ഉള്ളവന്റെ പറയണോ വസ്ത്രത്തിലൊക്കെയാണ് യോഗ്യത നോക്കാം. ഒരാൾ എവിടെയെങ്കിലൊക്കെ വന്നിരുന്ന ഒടിഞ്ഞ വസ്ത്രമൊക്കെ അണക്കാൻ വലിയ കഥ ഇല്ലാത്തവനാണ് എനിക്ക് തോന്നുന്നത്. എന്നാ അങ്ങനെയല്ല. അതിന്റെ ഇടയിലൊക്കെ ചില ആളുകൾ കാതില് കഴുത്തിലൊരു 4 എണ്ണം വേറെ, കയ്യിലെ വിരലില് കാലിലും ഉണ്ടാവും. അപ്പൊ അത് അവിടെയൊക്കെ ഇറങ്ങി നൽകിയിട്ട് എല്ലായിടത്തും ഉള്ളത് ഇല്ലാത്തതൊന്നുമില്ല. വസ്ത്രമൊക്കെ കേമ. ഓ ആളെ കണ്ടാലും തക്കണമെന്നില്ല. വലിയ കടണ്ടി, വലിയ വയറ, എവിടെയെങ്കിലൊക്കെ ചെന്നിരുന്ന് കഴിഞ്ഞാൽ പൂശാൻ താടി, അതവിടെ കാണുമ്പോൾ ആകെപ്പുറം ഒരു യോഗ്യനാണെന്നൊക്കെ തോന്നുന്നു. വസ്ത്രമൊക്കെ കണ്ടിട്ട് ഈ രൂപം കണ്ടിട്ടാണ് തോന്നുന്നത്. പക്ഷെ അടുത്ത് ചെന്ന് നോക്കിയാൽ വസ്ത്രം ഉണ്ടാവില്ല. ഈ വസ്ത്രം മാത്രമേ ഉള്ളൂ. ആകെ കൂടെ പുറമേക്കുള്ള പുറമോടിയാണ് പല ആളുകളുടെ കഥ. അപ്പൊ വസ്ത്രം ധരിച്ചു പോവാൻ കേമായിട്ട്, പക്ഷെ അതില്ലാണ്ട് പോകാൻ പറ്റില്ല. ഇല്ലാണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് അത്രയ്ക്കൊക്കെ കണക്കാകുള്ളൂ. അതൊക്കെ കാണുന്ന ആളുകളുടെ കുഴപ്പമല്ല, അയാളുടെ കുഴപ്പമില്ല. അപ്പം വസ്ത്രമൊക്കെ കേമാവണം, നല്ല പട്ട് വസ്ത്രം ധരിച്ചു, കിരീടഘടകാദ്യാഭരണവിഭൂഷിതനായി ഇതൊക്കെ ധരിച്ച ദുര്യോധനൻ കേമായിട്ട് വാഹനം കേമാം. പ്രത്യേകിച്ച് ഭരിക്കുന്ന ആളുകളാകുമ്പോൾ വാഹനം ഇങ്ങനെ മാറ്റണം. അധികകാലം വരെ വാഹനം ഉപയോഗിക്കുക കേൾക്കാറില്ലേ? അത് മാറ്റിയാൽ മാത്രം പോരാ, കളം മാറ്റണം. ഇതൊക്കെ ഓരോന്നുണ്ട്. അതൊക്കെ പറഞ്ഞനുസരിച്ച് അതനുസരിച്ച് പ്രവൃത്തികൾ അങ്ങനെ വാഹനത്തിന് കേമായിട്ടുള്ളത് വന്നിറങ്ങുമ്പോൾ ആളുകൾക്ക് ബഹുമാനാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നല്ല വാഹനം, പിന്നിൽ നടക്കാൻ ആളുകള്, മുന്നിൽ നടക്കാൻ ആളുകള്, കമ്പനിക്കാര്, വാദ്യക്കാര്, ചതുരഗണിയായിരിക്കുന്ന സൈന്യം, ഇവരെല്ലാവരോടും കൂടി ദുര്യോധനൻ കൊണ്ടും ഗോളായിട്ട് പുറപ്പെട്ടു ഓരോ വഴികൾ അങ്ങനെ അതിക്രമിക്കാൻ അങ്ങനെ വരുമ്പോ ആ പ്രദേശത്തുള്ള ആളുകളും ഇത് കാണും. ഇങ്ങനെയുള്ള ആളുകൾ പോകുമ്പോ ജനങ്ങൾക്കും അതൊരു കാഴ്ച കാണാറില്ലേ? അത് വേഗത്തിൽ പോകുമ്പോ ഇത് മാത്രമല്ല, ഇവര് വഴിയിലുള്ള ആളുകൾ അവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. സുരക്ഷാഭടന്മാര് അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവില്ല. അവര് മാറ്റുന്നു. ഇങ്ങനെ പോകുമ്പോ ജനങ്ങൾ കണ്ടുപിടും. ദുര്യോധന മഹാരാജാവ് കൊണ്ടു, അതാ കൊണ്ടു വേഗത്തിലാ കൊണ്ടത്. പോണ പോക്ക് നോക്കൂ. ഇതൊന്നും എപ്പോഴും കാണാൻ പറ്റില്ല. എന്നപ്പോ ഇന്ന് കണ്ടു, ഈ നാളെ വന്നത് കാണില്ല. അതാ പറയണ അതാ വേണോ അതിവേഗത്തിൽ ദുര്യോധനൻ പുറപ്പെട്ട ഓരോ വഴികളെയും അതിക്രമിച്ച് ദ്വാരഭൂമി ദ്വാരഭൂമിയിൽ വിനിവേശിതവരനായി ദുര്യോധനൻ ദ്വാരകാ രാജധാനിയെ പ്രാപിച്ചു. ദ്വാരകയുടെ ഗോപുരത്തിന്റെ ബഹിർഭാഗത്ത് അവിടെ എത്തിയിട്ടോ. ആ ദുര്യോധനൻ എന്ത് ചെയ്തു ആണെങ്കിൽ ദ്വാരകാ രാജധാനിയുടെ ഗോപുരത്തിന്റെ ബഹിർഭാഗത്തെത്തി ആ സൈന്യങ്ങളെ അതിന്റെ പുറത്ത് അവിടെ നിർത്തി. ദ്വാരഭൂമി വിനിവേശിതവരേ, ദ്വാരകാ രാജധാനിയുടെ ഗോപുരത്തിന്റെ ബഹിർഭാഗത്ത് അവിടെ എത്തിയപ്പോ സൈന്യങ്ങളോട് പറഞ്ഞു, മതി കേട്ടോ, ഇവിടെ വരണം. അതെന്താ അങ്ങനെ ചെയ്തത്? ദുര്യോധനൻ സൈന്യങ്ങളോട് കൂടിയിട്ട് ഒരുമിച്ച് പുറപ്പെടാണല്ലേ? അതെ. അപ്പൊ അടുത്തേക്ക് പോകുമ്പോ അവരെ കൂടെ കൊണ്ടുപോകണേ.
അവരായിട്ട് പുറപ്പെട്ടതല്ല ആണ് പുറപ്പെടിച്ചതാ. എവിടെയോ ഇരുന്ന ആളുകളെ കൂടെ ചാടി പുറപ്പെടിച്ചു. എന്നിട്ട് ആ സ്ഥലത്ത് എത്തിയപ്പോൾ പറയാ, ഇനി ഞാൻ പോയിക്കോളാം, നിങ്ങൾ ഇവിടെ ഇരുന്നാ നീട്ടോ അവിടെ ഇനി അങ്ങോട്ട് കടക്കരുത് എന്ന് പറയുന്നത് അത് ദുര്യോധനം കാരണം കൊള്ളരുതായ്മല്ലേ? അവര് കൂടെ വന്ന ആളുകളൊക്കെ അവരെ കൂടെ കൊണ്ടുപോകണ്ടേ? ദുര്യോധന അത് ചെയ്യില്ല. എന്താ ചെയ്യാണ്ടിരിക്കാൻ? ദുര്യോധന എങ്ങനെയുള്ള ആളാണെന്നറിയോ? മാനധനേ സുയോധനേ, മാനധനാണ് സുയോധനൻ. അഭിമാനിയായിട്ടുള്ള ആളുകളാകുമ്പോ അഭിമാനികളായിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെയാ. കൂടെ വന്നവനെ അതൊന്നുമില്ല. ആരാ കൂടെ പുറപ്പെടാൻ അവനെ അതേക്ക് കൊണ്ടുവരിക, അതാണോ? അതല്ല. ദുര്യോധനൻ അഭിമാനിയാണെന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ദുര്യോധനൻ തന്റെ അഭിമാനത്തിന്റെ കോട്ടം തട്ടണതൊന്നും ചെയ്യില്ല. അപ്പൊ അഭിമാനികളായിട്ടുള്ള ആളുകൾ എന്താ എപ്പോഴും എവിടെയും ചെന്നാൽ അഭിമാനക്ഷതം വരാത്തത് എന്താണോ അതേ പ്രവർത്തിക്കുള്ളൂ. അത് കാലയെ കുട്ടി ആലോചിക്കും ചെയ്യും. നേരത്തെ തന്നെ ആലോചിക്കും ഞാൻ നിങ്ങളിൽ ചെന്നാൽ എങ്ങനെ പെരുമാറണം. എന്താ അതിന്റെ കാര്യം വെച്ചാൽ ദുര്യോധനൻ ഇവിടെ നേരത്തെ അറിയിച്ചിട്ടില്ല ഞാൻ വരുന്നുണ്ടോ, ഇങ്ങനെ ഭഗവാനെ കാണാൻ വരുന്നു, ശ്രീകൃഷ്ണനെ കാണാൻ വരുന്നുണ്ടോ എന്നുള്ളത് അറിയിച്ചിട്ടില്ല. അങ്ങനെ അറിയിക്കാത്ത സ്ഥിതിക്ക് ദുര്യോധന ആലോചിച്ചു, ഞാൻ ഈ സൈന്യങ്ങളെ കൊണ്ടൊക്കെ വരിക അവരുടെ കയ്യിൽ ആയുധമൊക്കെ ഉണ്ട്, ഈ സൈന്യങ്ങളൊക്കെ ആയിട്ട് വരുന്നു. വേറെ സമയത്ത് വലിയ സൈന്യങ്ങളോട് കൂടി ഗോകുലത്തിന്റെ അകത്തേക്ക് എന്നിട്ട് കയറിയില്ല. അവിടെയുള്ള സൈന്യങ്ങളോട് അതാ ഗോകുലത്തിന്റെ അകത്തേക്ക് കയറി, അതാ പറയണം അങ്ങനെ നോക്കൂ. സൈന്യങ്ങൾ യുദ്ധത്തിന് പറഞ്ഞ ഏതോ ശത്രു രാജാവ് സൈന്യങ്ങളെ കൊണ്ട് വരികയാണെന്നേ ഈ ധാരണയിലുള്ള മറ്റുള്ള ആളുകൾ സൈന്യങ്ങൾ വിചാരിക്കുന്നു, ഇവിടുത്തെ സൈന്യങ്ങൾ വിചാരിക്കുന്നു. അവർക്ക് ആരാണെന്ന് മനസ്സിലാവണമെന്നില്ല, ഞാൻ ആരാന്നുള്ളത് പരിചയം ഉണ്ടാവില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ഏതോ ശത്രു രാജാവ് സൈന്യങ്ങളോട് കൂടി യുദ്ധത്തിന് വരികയാണ് എന്ന് വിചാരിച്ച് അവരായുധങ്ങളൊക്കെ കയ്യിൽ കിട്ടണമെന്ന് എടുത്ത് പുറപ്പെടും. അവരായുധങ്ങൾ പ്രയോഗിക്കും. ആയുധങ്ങൾ പ്രയോഗിക്കുമ്പോ ഞാൻ യുദ്ധസന്നദ്ധനാണോ? ഞാൻ യുദ്ധത്തിനല്ല പറയുന്നത്. എന്റെ കയ്യിൽ അതിനുള്ള ശ്രമത്തിനുള്ള വസ്തുക്കളും സാധനങ്ങളും ഉണ്ടാവണമെന്നില്ല. എന്ന് മാത്രമല്ല യുദ്ധസന്നദ്ധനല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഒരു ആക്രമണം ഉണ്ടാവുമ്പോ എനിക്കൊരു പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താ അവര് ശരം പ്രയോഗിക്കുമ്പോ ആയുധങ്ങൾ പ്രയോഗിക്കുമ്പോ അയ്യോ ശരം പ്രയോഗിക്കരുത്, വേണ്ട വേണ്ട, ഞാൻ യുദ്ധത്തിന് വന്നതല്ലായിരുന്നു. അയ്യോ, ഇത് ദുര്യോധന പറയേണ്ടിയില്ലേ? എങ്ങനെ അരുതേ, എന്നെ ഒന്നും ചെയ്യരുതേ എന്ന ഒരു വാക്ക് എന്റെ മുഖത്തുനിന്ന് പുറപ്പെട്ടാലോ? മാനധനേ സുയോധനേ, അഭിമാനം അതിന് സമ്മതിക്കില്ല. അങ്ങനെ പറയേണ്ട ഒരവസ്ഥ ഉണ്ടാക്കണം. ഈ സൈന്യങ്ങളെ കൊണ്ട് പോയാലല്ലേ ആ അവസ്ഥ ഉണ്ടാവുള്ളൂ. അപ്പൊ ദുര്യോധനൻ എന്ത് ചെയ്തു? ആ സൈന്യങ്ങളെ ദ്വാരകാ രാജധാനിയുടെ ഗോപുരത്തിന്റെ ബഹിർഭാഗത്ത് അവിടെ നിർത്തി. ഇവിടെ നിന്നോളൂട്ടോ സൈന്യങ്ങളാ, അത്ര മതി, വെറുതെ നിർത്തിയിട്ട്. എന്താ അങ്ങനെ ചോദിക്കാൻ? ഈ സൈന്യങ്ങളായോടാണ് ചോദിക്കുന്നത്. വെറുതെ നിർത്തിയാൽ മതിയോ? ഈ സൈന്യങ്ങളുടെ സ്വഭാവം ആലോചിച്ച് നോക്കാൻ. സൈന്യം എന്ന് പറയുന്നത് ശരീരപരമുള്ള ആളുകളാണ്. അവരുടെ സൈന്യത്തിലേക്ക് ആളെ തെരഞ്ഞെടുക്കണതും അങ്ങനെ തന്നെയാണ്. ശരീരവലിപ്പം എത്ര ഉണ്ടെന്ന് നോക്കില്ല. എവിടെയെങ്കിലും ഇപ്പൊ കൂറ്റന്മാരെ കണ്ടാൽ തന്നെ പറയാറുണ്ട്, എവിടെ ഒരു കൂറ്റം കണ്ടുണ്ടാകാമോ കണ്ട് നല്ല കണ്ണുള്ളത്തിനാണല്ലോ ഞാൻ സൈന്യത്തിൽ കൊണ്ടുപോകാം. അപ്പൊ എന്താ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, സൈന്യത്തിൽ കൊണ്ടുപോവാ എന്ന് കണ്ടിട്ടാ പറയണത്. അവന്റെ ആകൃതി കണ്ടിട്ടാ. അവന് ബുദ്ധി ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ചിട്ടില്ല, എപ്പോഴും അന്വേഷിച്ചിട്ടില്ല. എന്താ ബുദ്ധിയല്ല സൈന്യത്തിലേക്ക് ആവശ്യം. സൈന്യത്തിൽ ആളെ എടുക്കുമ്പോ നല്ല വലിയ തർക്കമില്ല, ഓരോന്ന് പോണ നല്ലോണം ചെയ്തിട്ടുള്ളതാ. എത്ര വളർന്നു വെച്ചില്ല അതൊക്കെ മുഴുവൻ ചെയ്തു. അതൊക്കെ ചെലുത്തി നല്ല ശരീരശക്തി ഉണ്ടാവും. അപ്പൊ ശരീരശക്തിയാണ് പ്രധാനം. ഈ ശരീരത്തിന് ശക്തി കൂടുമ്പോ ചില ആളുകൾ എതിരെ പ്രത്യേകിച്ച് നല്ല വലിപ്പമുള്ളതാണെന്നാൽ ബുദ്ധി കുറച്ച് കട്ടിയാവും. കാണാറില്ലേ? ആലോചിച്ച് നോക്കുക. ഓരോരുത്തരുടെ മുഖം ഇങ്ങനെ ഓർമ്മയ്ക്ക് വരുന്നില്ലേ? നല്ല വലിപ്പവും ആളൊരു കൂട്ടിനൊക്കെയാണ്, ബുദ്ധി ഇത്തിരി കട്ടി. അതാണ് ഈ മറ്റോണം വലുതാവുന്നത്. എവിടെയാണോ ഒന്നിനും ആവശ്യമില്ലാണ്ട് വരുമ്പോ വേറൊന്ന് വലുതാവും. ശരീരമൊക്കെ വലുതായാൽ എനിക്ക് സാധാരണ കാണാത്ത എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. അപ്പൊ ഈ ബുദ്ധി ഇല്ലാത്ത ആളുകളൊക്കെ ഈ സൈന്യങ്ങളുടെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് ഈ സൈന്യങ്ങളുടെ ഇടയിൽ ചില കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾക്ക് പല ഇപ്പൊ എല്ലാ കാര്യത്തിലും അവരാണ് എന്തെങ്കിലും ചീത്തപേര് രാജാവിന് ഉണ്ടാക്കുക. അപ്പൊ ദുര്യോധനന് അറിയാം, ഞാൻ സൈന്യങ്ങളെ ഇവിടെ വെറുതെ നിർത്തി പോയി കഴിഞ്ഞാൽ ഈ സൈന്യങ്ങളുടെ പല ആളുകൾ പറയണ്ടല്ലോ, അവരിങ്ങനെ ഇരിക്കുമ്പോഴാ എത്ര നേരം വിചാരിച്ചാ വെറുതെ ഇരിക്കണതാ, എന്തിനാണോ അതിൽ തിരിക്കണതാ?
വെറുതെ ഇരുന്നിട്ടൊന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ ഒരു സുഖമില്ലായ്മ ഉണ്ടല്ലേ. അദ്ദേഹം അതിലേക്ക് പോയിട്ട് ഇനി വർത്തമാനമൊക്കെ കഴിഞ്ഞപ്പോഴാണ് വരികയെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വൈകും. ചെന്നാൽ ഉടനെ കാണാൻ പറ്റണമെന്നൊന്നുമില്ലല്ലോ. ഇങ്ങനെ താടി വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല. അവിടെ എനിക്ക് അധികം നേരം ഇരിക്കുകയില്ല. ഇതാ ഇതിന് ശീലമില്ല. അങ്ങനെ നല്ല നേരം പോക്കൊക്കെ വേണേ. എന്താ ആലോചിക്കുന്നത്? വേണം. ഇതാ അരങ്ങേറ്റിക്കാൻ തോന്നുന്നത്. അരങ്ങേറ്റൊക്കെ കഴിഞ്ഞ് കുറേ ഉണ്ടാവും. നേരത്തെ തുടങ്ങിയിട്ടുണ്ടാ കണ്ടറിയാം. എവിടെയെങ്കിലും അതിന് തരാമോ എന്ന് അന്വേഷിക്കാം കേട്ടോ. ഇവിടെ അതിനുള്ള ആളുകളൊക്കെ ഈ കാര്യത്തിൽ സഹായിക്കാൻ അനവധി ആളുകളുണ്ടോ. ഇങ്ങനെയുള്ള കാര്യം എല്ലാവർക്കും ഒരേപോലെയുള്ള വേറെ ഒന്നിനും ഉപകാരമില്ലെങ്കിലും ഇത് ആവശ്യമുണ്ടോ? എത്ര ആളുകളാണ് സഹായിക്കാൻ? ഇവിടെ 1-2 ആളുകൾ ഇവിടെ ചോദിച്ചാൽ മതി. അവിടെ കൈ കെട്ടിയിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാ. ഒന്നാണ് ചോദിക്കാത്തതിന്റെ താമസമുള്ളൂ. ഒന്ന് ചോദിക്കുക എവിടെ കിട്ടാൻ. താനൊന്ന് ഉത്സാഹിക്കണോ? ഞാൻ വല്ലതും കയ്യിൽ കൊണ്ടുവന്നോ? ആരെങ്കിലും ഒന്ന് നോക്കുക. ചിലപ്പോ അവിടെ ഉണ്ടാവും. ഒന്ന് നോക്കി നോക്കാം. ഇവിടെ എവിടെ കിട്ടാന്നുള്ളത് അന്വേഷിക്കാം. ഒരു ഉത്സാഹിക്കും. ഇതിന് നല്ല ഉത്സാഹം എവിടെ ചെന്നാലും. അപ്പൊ അതിനുള്ളത് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ളത് അന്വേഷിക്കും. കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് അത് അകത്താക്കുക എന്നുള്ളതാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ സ്വതയ ബുദ്ധി ഇല്ലാത്തവനാ. സ്വതേന്റെ ബുദ്ധിയില്ല. ബുദ്ധിയുള്ളവന് നുള്ളിൽ ചെന്നാപ്പിനുള്ളത് എന്താണെന്നുള്ള ആലോചിച്ചില്ല. ബുദ്ധിയുള്ളവരുടെ കഥ തന്നെ വെള്ളവും. അപ്പൊ ബുദ്ധി ഇല്ലാത്തവനാ. അവൻ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുക എന്നുള്ളത് പറയാൻ പറ്റും. അവൻ ചിലപ്പോൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് സ്വഭാവമല്ല ഓരോന്നൊക്കെ കാട്ടി അവിടെ ഇറങ്ങിയപ്പോഴാണ് കുറെ സ്ത്രീകൾ ഇരിക്കണു. അതിൽ 1-2 കയ്യിൽ പിടിച്ചു, കാലിൽ പിടിച്ചു, വസ്ത്രത്തിൽ പിടിച്ചു, ആരുടെയെങ്കിലും കയ്യിൽ കുറച്ച് സമ്പാദ്യം ഇരിക്കണോ അത് തട്ടിപ്പുകരിക്കാൻ തോന്നുന്നു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരെവിടെ കാട്ടിക്കൂട്ടുക അല്ലെങ്കിൽ ആരെങ്കിലും പ്രഹരിക്കുക. അന്യ രാജ്യത്ത് വന്നിട്ടാ അങ്ങനെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വെള്ളത്തെ ചാടിയാൽ അവിടെയുള്ള ആളുകൾ കൈ കെട്ടി നോക്കിയിരിക്കില്ല. അവര് പ്രഹരിക്കണു. ദുര്യോധനൻ കൃഷ്ണനെയൊക്കെ കണ്ട് ഇറങ്ങി വന്നപ്പോഴാ ഇവിടെ സൈന്യങ്ങളെ നിർത്തിയിട്ട് ഗംഭീര ലഹള. അടി ഇടി പൊടി എന്ന് വേണ്ട. അവിടെ ഇല്ലാത്ത ലഹളൊന്നുമില്ല. ദുര്യോധന ഇങ്ങനെ വന്നപ്പോ സൈന്യം എന്റെ തനിക്ക് അതിന്റെ അതായിട്ട് തരണം. ഇങ്ങനെയൊക്കെയാണോ? ഇങ്ങനെ കൊള്ളയില്ലാത്തവന്മാരെ കൊണ്ടുവന്ന് ഇങ്ങനെ കഴിച്ചു വിട്ടിട്ട് പോവാണോ വേണ്ടത്? ഇത് അപ്പൊ ഇത് മാത്രല്ല, പിന്നെ ഇത് ലോകം മുഴുവൻ ഭൂമി മുഴുവൻ തടയും. അല്ലേ എന്താ ദുര്യോധനൻ സൈന്യങ്ങളെ ദ്വാരകയിൽ പോയിട്ട് എന്തിനാ പോയത്? പോയതൊക്കെ വേറെ ആവശ്യമില്ല. പക്ഷെ നടന്നത് ആ ആവശ്യമല്ല. വിചാരിക്കാത്തതൊക്കെ അവിടെ നടന്നു. അവിടെ ഗംഭീര ലഹളയൊക്കെ ഉണ്ടായിരുന്നേ. ദുര്യോധനന്റെ സൈന്യം ഇങ്ങനെ ദുര്യോധനൻ മനസ്സിൽ തന്നെ. ദുര്യോധന അതിനൊന്നും പ്രാപ്തിയില്ലടോ. ചില ആളുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുള്ളതേ ഉള്ളൂ. അവര് വിചാരിക്കുന്നിടത്തൊന്നും അല്ല അവരുടെ സൈന്യങ്ങളാ. കേൾക്കാറില്ലേ? വലിയ സ്ഥാനത്ത് മുഖ്യ സ്ഥാനത്തൊക്കെ കയറിയിരിക്കും. സൈന്യങ്ങൾ ഓരോരുത്തരും ഓരോന്നും കാട്ടി കഴിഞ്ഞാൽ ഞാനൊന്നും അറിയില്ലായിരിക്കും, ഒന്നും അറിയില്ല. എന്നിട്ട് ഈ സൈന്യങ്ങളെ കുറ്റം പറയുകയും അത് ഭരിക്കണമല്ല അവരെ നിയന്ത്രിക്കണത്. അല്ലാണ്ട് അവരെ കുറ്റം പറയാനെങ്കിൽ ഭരിക്കണവരെ അവിടെ കയറിയിരിക്കണം. സൈന്യങ്ങളെ ഭരിക്കണം. അത് സൈന്യങ്ങളെ നിയന്ത്രിച്ചോളണം. അത് ദുര്യോധനന്റെ അപ്രാപ്തി എന്ന് ലോകം മുഴുവൻ ഭൂമി മുഴുവൻ എനിക്ക് ചെയ്യുന്ന പേരുണ്ടാവുമല്ലോ ദുര്യോധനത് ആലോചിച്ചു. അപ്പൊ ആലോചന എന്ത് ചെയ്തു? വിനിവേശിത ബലനായി ആ സൈന്യങ്ങളെ മുഴുവൻ അവിടെ വിശേഷണ നിവേശിതമാക്കി ചെയ്തു. അടക്കി ഒതുക്കി എത്തിയത് വെറുതെ ഇല്ല. ഇങ്ങനെ സൈന്യങ്ങളാ അവിടെ ഇരിക്കും. എന്താ ചെയ്യാ ഇങ്ങനെ വിട്ടുവിട്ടിരിക്കണത്? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വിരോധമാണ്? ഇത് മാറി ഇരിക്കണോണ്ട് ചോദിച്ചതാ. തൊട്ടുകൂടായ്മൊന്നുമില്ലല്ലോ. ഒക്കെ ആ കാലൊക്കെ പോയില്ലേ? എന്നാ അടുത്തിരിക്കും. അതിന്റെ അടുത്തോട്ട് ഇരുന്നോളൂ കേട്ടാ. ഞാൻ മരണവരോടെ ഇരുന്നോളണം. ആവശ്യമില്ലാണ്ട് ഒരു വിരുദ്ധനാണ് നീക്കണ്ട. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മാത്രം. ആവശ്യം എന്ന് പറഞ്ഞാൽ ആനയെ തുടക്കുകയും കുതിരയെ നനയ്ക്കുകയും അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അല്ലാണ്ട് ഇരിക്കണത് നിൽക്കുന്ന ഇവിടുന്ന് എണീക്കരുത്. എന്താ ആ കൈ കെട്ടിയിരുന്നോളൂടാ. ആ കൈ കെട്ടിയിരിക്കാം. ഈ കൈ അഴിച്ചാൽ തന്നെ പെട്ടെന്ന് ചില ആളുകൾ ആ കൈയിലാണ് ആദ്യം കിടങ്ങുക. കൈ കൊണ്ട് കിടക്കുമ്പോൾ ഇത് നിർമ്മാണമായിട്ട് മാറും. അതുകൊണ്ടാണ് ആ കൈ കെട്ടി അമർത്തിയ മോശം അവിടെ പോകും. ഈ സൈന്യങ്ങളെ അടക്കി ഒതുക്കി അവിടെ ഇരിക്കും. ഇരുത്തിയതിന്റെ ശേഷം ദുര്യോധനൻ എന്ത് ചെയ്തു? ദ്വാരകാരാജധാനിയുടെ അകത്തേക്ക് അകത്തേക്ക് പ്രവേശിച്ചു. എങ്ങനെയാണ് ദുര്യോധനൻ അകത്തേക്ക് പ്രവേശിച്ചത് എന്നാണെങ്കിൽ സപ്തകക്ഷ്യാന്തരങ്ങളെ സമതിക്രമിച്ചു. ദ്വാരകാരാജധാനിയുടെ ഗോപുരത്തിന്റെ ബഹിർഭാഗത്ത് സൈന്യങ്ങളെ ഇരുത്തിയതിന്റെ ശേഷം 7 മതിലുകളുടെ ഇട ദുര്യോധനൻ കടന്നു. എങ്ങനെ കടന്നു? 7 മതിലുകളുടെ ഇട കടന്നു ദുര്യോധന. ഈ പ്രായത്തില് മതിലുകളുടെ ഇട കടക്കുക
മതില് കളഞ്ഞാന്നൊക്കെ പറഞ്ഞാൽ കൂടി പറ്റുന്ന തോന്നുന്നില്ല അല്ലേ? മതില് ചാടിയിട്ടുണ്ടോ? ഏകദേശമൊക്കെ അത്യാവശ്യം വന്നാൽ അത് വേണ്ടി വരും. എന്നാൽ ഈ 7 മതിലൊക്കെ എങ്ങനെയാണ് ഒരുമിച്ച് ചാടുക? ഈ പ്രായത്തിൽ തന്നെ ഓർമ്മണ്ട. ഇപ്പൊ ദുര്യോധന അത്യാവശ്യം കുറച്ച് പ്രായത്തിൽ ആ ദുര്യോധന്റെ 7 മതിലുകളുടെ ഇട കടന്നു എന്ന് പറഞ്ഞാൽ ഈ മതില് കിടക്കാന്നൊക്കെ പറഞ്ഞാൽ ഈ അപ്പോഴത്തെ അവസ്ഥയ്ക്ക് ആരായാലും അത് വേണ്ടി വന്നാൽ അത് ചെയ്യും. നീ കാലയെ കൂട്ടി വിചാരിച്ചിട്ട് പോയിട്ടൊന്നുമല്ല ഈ മതില് കടക്കല്. അപ്പൊ വന്നാൽ അത് ചെയ്യാം. അതെന്താ വരാൻ കാരണം ദുര്യോധന അഭിമാനിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ അഭിമാനിയായിട്ടുള്ള ആള് ദുര്യോധനൻ സൈന്യങ്ങളൊക്കെ അവിടെ എത്തി രഥത്തിൽ നിന്ന് ഇറങ്ങി. രഥത്തിൽ നിന്ന് ഇറങ്ങി നേരെ നോക്കിയപ്പോ ഗോപുരം കണ്ടു. ഗോപുരത്തിന്റെ മുമ്പിൽ കാവക്കാരൻ, എവിടെയും രാജധാനിയിലെ ഗോപുരം കാവക്കാരൻ. ഗോപുരം കാവക്കാരൻ അടിച്ചു ചേർന്ന് അതിനുള്ള അനുവാദമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അകത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം ഗോപുരം കാവക്കാരൻ അകലേന്ന് കാണും ഒരാളിങ്ങനെ വരുന്നത് കണ്ടാൽ അവർക്ക് ഒരു പ്രത്യേകത. കാവക്കാരെന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് ഉപയോഗമില്ലാണ്ട ആളുകളാണ് കാവക്കാരനായിട്ട് മാറുക. ശ്രദ്ധിക്കാറില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ കാവലിന് പോണതാരാ? ഈ അവനവന്റെ ഭവനത്തിൽ ഇരുന്നിട്ട് ഒരു ഗുണമില്ല, ഒരു പ്രയോജനം ഇല്ല എന്ന് കണ്ടാൽ അപ്പൊ അവിടെയുള്ള ആളെന്നെ പറയും, ഇങ്ങനെ വെറുതെ ഇരിക്കണ വല്ലതെങ്കിലും പോയി കാവലിൽ നിന്നൂടെ. എന്താ കാര്യം, ഇയാൾ ഇവിടെ ഇരിക്കണോട് ഗുണമില്ല. എന്നാ വേറെ എന്തെങ്കിലും പോയി അവർക്ക് ഗുണമൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഇവിടെ ഗുണമില്ലാത്ത ഇവിടെ ഇരിക്കുന്നതിനേക്കാളും നല്ലത് വേറെ തന്നെ അടുത്ത് പോയിരിക്കണതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കാവലിന് പറഞ്ഞേക്കുന്നത്. പല ചെടിയിലും നോക്കിയാൽ ഈ കാവക്കാരൻ ഒന്നിനും പറ്റാത്തവനാ, എണീറ്റ് നടക്കാൻ പറ്റാത്തവൻ അവിടെ കാവലിന് വന്ന് നിൽക്കുന്നത് കാണാം. അങ്ങനെയുള്ള ആളുകളൊക്കെ പല ചെടിയിലുണ്ട്. ഇവിടെ ഉണ്ടാവും. മാത്രമല്ല ബുദ്ധി കെട്ടുക. ഇപ്പൊ കാവക്കാരുടെ പ്രത്യേകത എന്താ വെച്ചാൽ ആരെങ്കിലും അടുത്ത് കിട്ടിയ ഈ കാവക്കാരന്റെ അധികാരസ്ഥാനം എന്ന് പറയുന്നത് ആ ഗോപുരത്തിന്റെ മുമ്പിലില്ല പിന്നിലില്ല, അവൻ നിൽക്കണോടത്. അവിടെ ആരെങ്കിലും വന്നാ നിങ്ങളാ കൂസലിക്കാണ് കയറി പോണത്. ഇതൊക്കെ ഒരു ദിക്കിലേക്ക് കൂസലിക്കാണ് കയറി പോവുക. എന്തിനാ വന്നതാ? കാണാൻ വന്നതാ. എന്താ കാണേണ്ടതാ? എന്താ കാണേണ്ടത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാലോ. എന്നാലും അവൻ ചോദിക്കും, ഇത് കാവക്കാരുടെ പ്രകൃതം. ഇവിടെ ആവുമ്പോഴോ ഇവിടെ ഞാനങ്ങൾ ചെല്ലുമ്പോ അവർ ചോദിക്കും, എന്താ വരാൻ? കാണാൻ വേണ്ടി വന്നതാണ്. ആരെ കാണാനാ? എനിക്ക് കൃഷ്ണനെയാണ് കാണുന്നത്. ആരെ? കൃഷ്ണനെ. കൃഷ്ണനും ആര്? ഞങ്ങളുടെ സ്വാമി ശ്രീകൃഷ്ണന്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെയാണ്. അതെ, അയാളെയാണ് എനിക്ക് കാണുന്നത്. അദ്ദേഹത്തെ കാണണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് ശ്രീകൃഷ്ണൻ എന്നാണ്. ആദ്യം അത് സാമാന്യം പോലെ പറയാം, എന്നിട്ട് അതിലേക്ക് വിടാം കേട്ടോ. ശ്രീകൃഷ്ണനെ കാണണം എന്ന് പറയാം. എന്റെ നാമോട്ടോ ശ്രീകൃഷ്ണനോ ഈ മഹാഭാവിയെ ഞാൻ പറയില്ല. ഞാൻ ഇന്ന് കൃഷ്ണനെ പറഞ്ഞിട്ടുള്ളൂ, ഇനി നാളെ അങ്ങനെ പറയുള്ളൂ. ആ കാവക്കാരനെ മുമ്പിൽ ചെന്നാലോ അവൻ പറയിപ്പിക്കേ ശ്രീകൃഷ്ണൻ പറയാ. അങ്ങനെ പറഞ്ഞിട്ട് മതി, അകത്തേക്ക് പോലെ എന്ന് അവൻ പറയിപ്പിക്കാൻ നിന്നാൽ എനിക്കത് ചിലപ്പോ പറയേണ്ടി വരും, അല്ലെങ്കിൽ കാണാണ്ടൊക്കെ പോരേണ്ടി വരും. അപ്പൊ എന്ത് വേണം? കാവക്കാരുടെ മുമ്പിൽ പോവാണോ കഴിച്ചു കൊടുക്കണം എന്ന് ദുര്യോധനൻ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ വിചാരിക്കുമ്പോ ദുര്യോധനൻ നോക്കി എങ്ങനെ ഇനി അകത്തേക്ക് കയറാം ഇത് നോക്കിയപ്പോഴാണ് അവിടെ മതില് കണ്ടു. മതില് കണ്ടപ്പോ എന്നാ ഈ മതില് ചാടി അകത്തേക്ക് പോവാം അല്ലേ? മതില് ചാട്ടാം ഒക്കെ ആവശ്യമാണ്. ഈ ഗുരുനാഥൻ ഇല്ലാണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിദ്യയാണ്. മറ്റ് വിദ്യകൾക്കൊക്കെ ഏതെങ്കിലും ഗുരുനാഥൻ എവിടെയെങ്കിലും ഉണ്ടോ? മതില് ചാട്ടം ഇന്നേ വരെ ഒരു ഗുരുനാഥന് ദക്ഷിണ വെച്ച് തന്നെ പഠിച്ചിട്ടുണ്ടാവും ആരെങ്കിലും. അപ്പൊ ഒരാവശ്യം വന്നാൽ ആ മതിലൊക്കെ ചാടിയാൽ അവൻ ആ വിദ്യ അഭ്യസിക്കൽ കഴിക്കും എന്നുള്ളതാണ്. ഗുരുനാഥൻ വേണ്ട, അതൊക്കെ അവനവന്റെ വിദ്യാഭ്യാസം സ്വാധ്യായത്തിൽ പെട്ടാ എന്നാ അങ്ങനെ ആവാ എന്ന് വിചാരിച്ച് ദുര്യോധനൻ മതിലിന്റെ മുകളിൽ കയറി. വലിയ മതിലാ. ആ മതിലിന്റെ മുകളിൽ മതിലെന്ന് പറഞ്ഞാൽ രാജധാനിയിൽ ഒരു പ്രത്യേകത, ഒരു മതില് കഴിഞ്ഞാൽ കിടങ്ങുണ്ടാവും. കിടങ്ങിലാണ് ആയുധങ്ങളൊക്കെ സംഭരിക്കുക. മൂർച്ചയുള്ള സാധനങ്ങൾ അതിങ്ങനെ അവിടെ നിരത്തിയിട്ടുണ്ടാവും. ആ മതില് ചാടണവൻ മനസ്സിലെത്തിയില്ല, കിടങ്ങിന്റെ ഉള്ളിലേക്ക് വീഴുന്നത് വെച്ചാൽ പിന്നെ അതോടുകൂടി അവന്റെ കഥ കഴിയും. അപ്പൊ ചാടണോ മനസ്സിൽ തുടങ്ങി കിടങ്ങും കൂടി കടന്ന് അതിന്റെ അങ്ങേപ്പുറത്തെത്തണം. അപ്പൊ ദുര്യോധനൻ മതിലിന്റെ മുമ്പിൽ ചെന്ന് നോക്കി. ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ ശ്രീമാനായി വെളുത്ത് തടിച്ച് കൂറ്റനായിട്ടുള്ള വിദ്വാനാ. വലിയ വയറ്, വലിയ കൂറ്റൻ ശരീരം, ഇതൊക്കെ കനയില്ലാത്തതൊക്കെ അതിന്റെ മുകളിൽ എങ്ങനെയെങ്കിലും തപ്പി പിടിച്ച് കയറി അങ്ങനെ ചാടാം. ഈ കനമുള്ളവൻ എങ്ങനെയാ ചെയ്ത? ദുര്യോധന അതൊക്കെ നല്ലോണം പരിശ്രമിച്ച് അതിന്റെ മുകളിൽ പിടിച്ച കാലൊക്കെ പൊക്കി വെച്ച ഈ വയറും ആളും ഒക്കെ കൂടി അതിന്റെ മുകളിൽ ഒരു വിധത്തിലേക്ക് ചാടി. അത്യധ്വാനം ചെയ്തവർ ചാടി ദുര്യോധനാണ് തെറ്റീരോ എന്ന് സമാധാനിച്ചാണ് അത് നോക്കിയിട്ട് നോക്കിയപ്പോഴാ മുമ്പിൽ ഒരു മതില. ഒരു മതിൽ ചാടി കഴിഞ്ഞ് നോക്കി തല നോക്കി നോക്കുമ്പോൾ അതാ മുമ്പിൽ വേറൊരു മതില.
ഇത് ഞാനിപ്പോ ഒരു മതിൽ ചാടിയില്ലോ. അപ്പൊ പിന്നെ ഏതാ നോക്കി പിന്നാക്കം തിരിഞ്ഞ് നോക്കിയപ്പോ ചാടി മതിലോടെ ഇത് വേറെ മതില, രണ്ടാമത്തെ മതില്. രണ്ട് മതിലോ? ഞാനിത് വിചാരിച്ചിട്ടില്ല. ഞാൻ ഒരു മതില് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് മതിൽ ചാടാൻ പുറപ്പെടുന്നത്. മതില് ചാടിക്കഴിഞ്ഞ് തല പൊക്കി നോക്കിയപ്പോ രണ്ട് മതില്. എന്തിനാ ഒരു രാജ്യത്ത് രണ്ട് മതില്? ആരെങ്കിലും ഉണ്ടാക്കും? മതിലുണ്ടാക്കാത്ത ആരുമില്ല അല്ലേ? എല്ലാവർക്കും ഉണ്ടാകും മതില്. ആരെങ്കിലും ഉണ്ടാക്കാറുണ്ടോ? ഒന്ന് കഴിഞ്ഞ് അതിന്റെ പിന്നിൽ ഒരു മതില് ഉണ്ടാക്കോ? അതിന്റെ ആവശ്യമില്ല. അങ്ങനെ ഉണ്ടാകില്ല ഭരണാധികാരികൾ. അപ്പൊ ചിലരൊക്കെ നിർത്തി. ആദ്യം ഭരണം തടങ്ങിയപ്പോ മതിലുണ്ടാക്കാനായിരുന്നു ഉത്സാഹം. ആ ഉണ്ടാക്കിയ മതില് ഉപകാരത്തിനല്ല ഉപദ്രവത്തിനാണോ എന്ന് മനസ്സിലായപ്പോ പിന്നെ അത് നിർത്തി. എന്താ നിർത്താത്ത ആളുകളുണ്ടാക്കി? ഒന്ന് രണ്ട് മതിലൊക്കെ ആയി കഴിയുമ്പോ ഇതിനെ ഈ മതിലുണ്ടാക്കണമെന്ന് വെച്ചാൽ ഏത് ഭരണാധികാരി എവിടെയാണെങ്കിലും കയറിയാൽ അവൻ ആദ്യം നോക്കുക വല്ലതും മരാമത്തിനുള്ള വകയുണ്ടോ, മരാമത്ത് വല്ലതൊക്കെ ഉണ്ടാക്കുക. എന്തിനാ ഉണ്ടാക്കണം വെച്ചാൽ ഇവര് വല്ലതൊക്കെ ഉണ്ടാക്കണം, സമ്പാദിക്കണമെങ്കിൽ മരാമത്ത് തന്നെ ഏറ്റവും നല്ലത്. വേറെ എന്തിനേക്കാളും നല്ലതാ. അപ്പൊ ഇവിടെ നോക്കിയപ്പോ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ പുതിയത് ഉണ്ടാക്കാനില്ല. അപ്പൊ ഇനി എന്താ ചെയ്യാ? ഒരു മതില് അതും ഉണ്ടാക്കണം. നല്ല പിന്നീട് ഒരു മതിലും കൂടി ഉണ്ടാക്കി കളയാം. ആരും കഴിക്കാനേ ആവശ്യമായിട്ടല്ല. ഈ ആവശ്യം അത് ഇവര് വല്ലത് ഇവിടുന്ന് അപഹരിക്കണം എന്നുള്ളതാ. അതിന് വേണ്ടിയിട്ടാണ് ഈ മതിലുണ്ടാക്കിയത്. എടാ കള്ള, നീ ഇങ്ങനെ മതിലുണ്ടാക്കണമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. രണ്ട് മതിലെന്തിനാണ് കാണാൻ? എനിക്ക് ഇവനെ കാണണ്ട, എനിക്ക് വയ്യ. ഒരു മതിൽ ചാടിയത് തന്നെ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ശരി, ഇനി എനിക്ക് വയ്യ, എനിക്ക് ഇവനെ കാണണമെന്നില്ല. അമ്മാമാ ഞാൻ ഇവനെ കാണുന്നില്ല, ഞാൻ അങ്ങോട്ട് വരാ എന്ന് നിശ്ചയിച്ച് ദുര്യോധനൻ ഹസ്തിനാപുരിയിലേക്ക് തിരിച്ചു പോരാനോ ഭാവിച്ച് പിന്നാക്കം തിരിഞ്ഞപ്പോഴാണ് ഈ ചാടിയ മതിൽ അവിടെ നിൽക്കുന്നത്. ഒരിക്കൽ ചാടിയതാണെന്ന് വിചാരിച്ചിട്ട് മാറി കൊടുക്കും. ഇനി അത് നടക്കണമെങ്കിൽ ചാടിയ പോലെ തന്നെ ഒന്നും കൂടി ഒന്ന് വീണ്ടും ചാടിയതിനെ പുറത്തേക്ക് എത്തും. അപ്പൊ ദുര്യോധന ആലോചിച്ചപ്പോ എന്തായാലും ഒരു മതിൽ ചാടണം. ഒന്ന് ചാടിയ പുറത്തേക്ക്, ഒന്ന് ചാടിയ അകത്തേക്ക്. വന്ന സ്ഥിതിക്ക് ഒരെണ്ണം ചാടിയ കൃഷ്ണനെ കണ്ടിട്ട് പോവാ. അത് മതി മാമാ, ഇങ്ങനെയൊക്കെ വേണ്ടി വന്നൂലോ. ദുര്യോധനൻ എന്ത് ചെയ്തു? രണ്ടാമത്തെ മതിലും അവിടുന്ന് ചാടി. രണ്ടാമത്തെ മതില്, ആദ്യത്തെ മതിൽ ചാടിന്റെ ക്ഷീണം അവിടെ ഉണ്ട്. ആ ക്ഷീണം മാറിയിട്ട് വേണം അത് രണ്ടാമത്തെ ചാടാൻ. അതിനൊക്കെ അധ്വാനിച്ച് രണ്ടാമത്തെ മതിലവിടെ ചാടി. രണ്ടാമത്തെ മതിൽ ചാടി ദുര്യോധനൻ തല പൊക്കി അവിടെ തോന്നിയപ്പോഴാണ് അതാ അടുത്ത മതില്, മൂന്നാമത്തെ മതിൽ. ഇത്ര വലിയ കള്ളനാന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഞാൻ മോട്ടിക്കാൻ വേണ്ടിട്ട് രണ്ടാമതൊരു മതിലുണ്ടാക്കി. ഇത് മൂന്നാമതും മതിലുണ്ടാക്കണമെങ്കിൽ പിന്നെ വേറെ ഒരു പ്രവൃത്തി ഉണ്ടാവില്ല. ഇവര് ഇത് ഭരിക്കാൻ കയറിയപ്പോ തുടങ്ങിയിട്ടുണ്ടാവും മതിലുണ്ടാവില്ല. അല്ലെങ്കിൽ എങ്ങനെ മൂന്ന് മതിലൊക്കെ ആവണതാ? അമ്മാമ, ഈ വണ്ണവനെ ഞാൻ ഇനി കാണില്ല. ഇവന് എത്ര കള്ളനാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി എനിക്ക് കാണണ്ട, ഞാൻ എന്റെ അവിടേക്ക് പോവാറാ എന്ന് പറഞ്ഞിട്ട് പിന്നാക്കം കഴിഞ്ഞപ്പോ ദുര്യോധനൻ നോക്കിയപ്പോ രണ്ട് മതിൽ ചാടിയെന്ന് പറയണ്ടല്ലോ. അത് കടന്നിട്ട് അങ്ങോട്ട് പോകുന്നതാ. അപ്പൊ എന്ത് വേണം? ഇനി അങ്ങോട്ട് മടക്കി പോകണമെങ്കിൽ അത് ആദ്യം കാണണം. ഇപ്പൊ മുമ്പിൽ ഒരെണ്ണേ ഉള്ളൂ, പിന്നീട് രണ്ടെണ്ണം. ആ പിന്നിലുള്ളത് രണ്ടെണ്ണം ചാടുകയാണോ ഭേദം, മുന്നിലുള്ള ഒരെണ്ണം ചാടുകയാണോ ഭേദം? ഏതാ നല്ലത്? രണ്ടിനേക്കാൾ കുറവ് ഒന്ന് തന്നെയാ സംശയില്ല. ദുര്യോധനൻ എന്ത് ചെയ്തു? മൂന്നാമത്തെ മതിലും ചാടി. ഇല്ലേ? മൂന്നാമത്തെ മതിൽ ചാടി നോക്കിയപ്പോ നാലാമത്തെ മതില്. അപ്പൊ ദുര്യോധനൻ തോന്നി മൂന്നെണ്ണം ചാടിനേക്കാൾ ഭേദം ഒരെണ്ണം ചാടുക. ഇങ്ങനെ ചാടി 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 ദുര്യോധനൻ 7 മതിലും ചാടി കടന്നു. അതല്ലേ മതിലുകളുടെ ഇട കടന്നു എന്ന് പറയാൻ എന്റെ താല്പര്യം അല്ല. ദുര്യോധനൻ മതില് ചാടിയിട്ടല്ല അകത്തേക്ക് പ്രവേശിച്ചത്. മതിലിന്റെ ഇട കടന്നു എന്ന് പറഞ്ഞത് പരമാർത്ഥാണ്. പക്ഷെ അത് എങ്ങനെ കടന്നു? മാർഗേണ സമതീത്യ, മാർഗത്തിലൂടെയാണ് സമതിക്രമിച്ചത്. പ്രധാന വഴി രാജവീതിയിൽ കൂടി തന്നെയാണ് ദുര്യോധനൻ 7 മതിലുകളിലെയും ഇട കടന്ന അകത്തേക്ക് എത്തിയത്. ആ വഴി എങ്ങനെ വന്ന? രാജവീതി മാർഗമാണെന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെ വന്നെങ്കിൽ ദൂരാമസൃതമായിട്ടുള്ള മാർഗം, ദൂരത്തിങ്കിലേക്ക് അവസരണം ചെയ്യപ്പെട്ടിട്ടുള്ള കോരഹിതമായിരിക്കുന്ന കരാരവിന്ദ വൃന്ദങ്ങളോട് കൂടിയ പൗരജനങ്ങളോട് കൂടിയിട്ടുള്ള മാർഗം. പൗരജനങ്ങളും പുരവാസികള് ആ വഴിയുടെ രണ്ട് പുറത്തേക്ക് മാറിയിട്ടുണ്ടോ? എന്താ മാറാൻ കഴിഞ്ഞാൽ ദുര്യോധനൻ അതിലേക്ക് പ്രവേശിക്കുന്നു. മാത്രമല്ല ആ മാർഗം എങ്ങനെയുള്ളതാണ്? നിന്നോന്നതാണ്, ദന്തുരിതായിട്ടുള്ളതാണ്, നിന്നോന്നതായിട്ടുള്ളതാണ്. ആ മാർഗത്തിന്റെ പ്രത്യേകതയാണ് ദന്തുരിതമായിട്ടുള്ള മാർഗം. പറഞ്ഞാൽ പൊങ്ങിയും താണും വശമായിട്ടുള്ളത് നിന്നോന്നതം. പൊങ്ങി താണ പൊങ്ങി താണ പൊങ്ങി താണ അങ്ങനെയുള്ളതാണ് ആ വഴി.
എല്ലാ കാലത്തും എല്ലാ രാജ്യത്തിന്റെ അവസ്ഥ തന്നെയാണെന്ന് മനസ്സിലായില്ലേ? ശ്രീകൃഷ്ണൻ ഭരിച്ചാലും ആരും ഭരിച്ചാലും വഴിയുടെ അവസ്ഥയ്ക്കൊന്നും മാറ്റില്ല. ഇവിടെ ഉള്ള വഴി എങ്ങനെയാ? കുണ്ടും കുഴിയും കുണ്ടും കുഴിയും കുണ്ടും കുഴിയും കുണ്ടും കുഴിയും. അപ്പൊ വഴിപ്പണിക്കാരൻ റോഡാണ് വഴി എങ്ങനെയാവുന്നത്? അവരില്ലായിരുന്നില്ല അപകടമില്ല. എല്ലാ സ്ഥലത്തും വഴിപ്പണിക്കാരുണ്ട്, അതുകൊണ്ട് വഴി ഇങ്ങനെയാവും. വഴി പണിയണല്ലോ, ഒന്ന് പണിഞ്ഞാൽ പിന്നെ പോരാ, അവൻ അടുത്ത വർഷം ആദ്യം പണിയണ്ടേ. അപ്പൊ അവൻ അതിന്റെ ഭാഗത്തിനാണ് ഈ വർഷം പണിഞ്ഞിട്ട് പോവാം. അപ്പൊ ഇത് എങ്ങനെയെങ്കിലും പൊളിഞ്ഞാൽ, അത് കുണ്ടും കുഴിയായാൽ അവൻ ആദ്യമേ പണി ഉണ്ടാവും. അതില്ലെങ്കിലോ അവന് പണി ഉണ്ടാവില്ല. അത് കാരണമാണ് വഴിപ്പണിക്കാര് എല്ലാ കാലത്തും ധനാഢ്യന്മാരാവും, അവരുടെ കയ്യിൽ സമ്പത്തുണ്ടാവും, വഴി മാത്രമേ ഉള്ളൂ നേരെയാവാം. അങ്ങനെയുണ്ട. അപ്പൊ ഈ വഴിപ്പണിക്കൊക്കെ മന്ത്രിമാരുണ്ട. വഴിമന്ത്രി അല്ല, കുഴിമന്ത്രി എന്നാ പറയേണ്ടത്. കുഴി അധികം, വഴി കെട്ടിയ. അങ്ങനെയായി തീർന്നല്ലോ ഇവിടുത്തെ വഴിയും. ഈ ദുരിതമായി തീർന്നു. ദ്വാരകയിലെ വഴി ഇത്ര കേമായിട്ടുള്ള സ്ഥലമാണ്, അവിടുത്തെ വഴി ഇങ്ങനെയാണോ എന്നാണെങ്കിൽ കുണ്ടത്തൊഴിയും കൊണ്ടല്ലാതെ ദുരിതമായി തീർന്നേക്കണോ? നിന്നോനെ കാണുന്നുള്ളൂ. അതെങ്ങനെയാ? ദൂരാവസരണം ചെയ്യപ്പെട്ടിട്ടുള്ള പുരവാസികളുടെ കരാരവിന്ദ വൃന്ദങ്ങളെ കൊണ്ട് ദുരിതായിട്ട് പുരവാസികളെ ദൂരാവസരണം ചെയ്തു എന്ന് പറഞ്ഞാൽ ദുര്യോധനൻ അങ്ങോട്ട് എഴുന്നള്ളി അങ്ങോട്ട് വന്നപ്പോ ജനങ്ങളെ രണ്ട് പുറത്തേക്ക് മാറ്റി. അതായത് ദുര്യോധന മഹാരാജാവ് രഥത്തിൽ നിന്ന് ഇറങ്ങി അതിൽ നിന്ന് അവതീർണനായിട്ട് നേരെ ഗോപുരത്തിന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലണു. ഗോപുരത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ ദുര്യോധനന്റെ മനസ്സിൽ ഈ സംശയം ഉണ്ട്. മുമ്പേ പറഞ്ഞത് എന്താ? കാവക്കാര് തന്നെ അവമാനിക്കുവോ? കാവക്കാരുടെ അടുത്ത് ചെല്ലുമ്പോ കാവക്കാര് അതെ എന്താ വന്നതെന്ന് ചോദിക്കുവോ എന്നൊരു സംശയം ദുര്യോധനുണ്ട്. അപ്പൊ അത് മടിച്ചാണ് കിടക്കുന്നത്. പക്ഷെ ദുര്യോധനൻ അവരുടെ അടുത്തേക്ക് എത്തേണ്ടതാവണുള്ളൂ. അതിന് മുമ്പേ തന്നെ അവരിങ്ങോട്ട് വന്നു. അവരടുത്തേക്ക് വന്ന ദുര്യോധന്റെ മുമ്പിൽ വന്ന് കിടന്ന് നമസ്കരിച്ചു. റാൻ റാൻ 2-3 പ്രാവശ്യം. ഇങ്ങടെ എഴുന്നള്ളാം, ഇങ്ങടെ എഴുന്നള്ളാം, ഇങ്ങടെ എഴുന്നള്ളാം, ഇങ്ങടെ എഴുന്നള്ളാം. ദുര്യോധനെ എഴുന്നള്ളിക്കാൻ വേണം. ദുര്യോധനൻ തന്നെ അത്ഭുത രസായി. എന്താ ഇവർക്ക് എന്നെ മനസ്സിലായി എന്ന് മാത്രമല്ല എന്നെ ആദരിക്കുകയും കൂടി ചെയ്യുന്നു. അത് വലിയ സന്തോഷമായി. ദുര്യോധനെ പോലെ കുറച്ച് മേനി നടിക്കുന്ന ആളുകൾക്ക്, ഊറ്റത്തെ കാട്ടുന്ന ആളുകൾക്ക് അത് രസം. ദുര്യോധനൻ അവരെ എഴുന്നള്ളിക്കാൻ തുടങ്ങി. തൊഴാൻ തുടങ്ങിയപ്പോൾ ദുര്യോധനൻ ഒന്നും ഞെളിഞ്ഞു. ഊറ്റത്തിന്റെ ലക്ഷണം ആരെങ്കിലും ഒന്നുമില്ല. ഞാനതിന്റെ അർഹനാണ് കേട്ടോ, ഒന്ന് ഞെളിയണം. അത് അർഹത എനിക്കുണ്ടെന്ന് നടിക്കല. ഈ അർഹത ഉണ്ടെന്ന് നടിച്ചില്ലെങ്കിലും കുഴപ്പമുണ്ട്. അതെന്താ? ചില ആളുകളെ തൊഴുതാൽ അവർ കണ്ടുവന്ന് കഴിക്കാണ്ട പോണ കാണാറില്ലേ? അതായത് തൊഴുതോല് ചിലപ്പോ സംശയം, ഇതുതന്നെ തൊഴേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് അറിയാണ്ടൊരു അബദ്ധം പറ്റിയതാ, ഇനി എന്താ വേണ്ടത്, ചെലവാകുകയും ചെയ്തു. ഞാനിങ്ങനെ ആവശ്യമില്ലാണ്ടോ ചെലവ് ചെയ്യാറില്ല. അതാ കൊടുത്തതിന് ഇങ്ങോട്ട് മേടിക്കുകയാണെന്ന് വെച്ചാൽ അത് വേറെ എവിടെയെങ്കിലും ആവശ്യക്കാരന് കൊടുക്കാൻ എന്ന് വിചാരിച്ച് ഇയാൾ പിന്നാലെ വരും. അതെ ഒരു കാര്യം ഇതാ, ഇപ്പൊ ഞാൻ ഒരെണ്ണം അങ്ങോട്ട് തന്നായിരുന്നു, ഞാൻ അറിയാണ്ട് ചെലവാക്കിയതാ, അതൊന്നും ഇങ്ങോട്ട് തിരിച്ചു തരുമോ? ഞാൻ ആവശ്യമുള്ള ഒരാൾക്ക് കൊടുത്തോളാം, തനിക്കത് ആവശ്യമില്ല, ഇങ്ങോട്ട് തരാം, ഇങ്ങോട്ട് തരണോ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഇങ്ങോട്ട് തന്ന ഇത് തിരിച്ച് അവന് കൊടുക്കേണ്ടി വരും. അപ്പൊ അത് കൂടാണ്ടിരിക്കാൻ എന്ത് വേണം? എനിക്കിതിന് അർഹത ഉണ്ടാകുന്ന അടിക്കുക. അപ്പൊ എന്ത് ചെയ്തു? ദുര്യോധനൻ ഒന്ന് ഞെളിഞ്ഞു. അവര് തൊഴുതപ്പോ കാവക്കാര് ഋഷിയന്മാരാ ഞെളിയണത് കണ്ടപ്പോ അവർക്ക് തോന്നി, അതെ ആളൊരു പൊക്കിയാന്ന് തോന്നണ്ട. പൊക്കി എന്ന് പറഞ്ഞാൽ വലുത് പൊക്കിക്കൊണ്ട് പോകുന്ന ആളാന്നല്ല പറയണത്. പിന്നെയോ ഇങ്ങനെ പൊക്കിയാ പൊങ്ങണം. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ 1-2 സ്തുതിക്കുകയോ പ്രശംസിക്കുകയോ തൊഴിലൊക്കെ ചെയ്താൽ അതിനനുസരിച്ച് ഞെളിയുന്ന ആളുകളാണ് ഈ പൊക്കി എന്ന് പറയാം, പൊങ്ങികളെന്ന് പറയാറുണ്ട്. ദുര്യോധന അങ്ങനെ ഒരു പൊക്കിയാണ് അവർക്ക് തോന്നി. അപ്പൊ അവരെന്ത് ചെയ്തു? നമ്മൾ മാത്രം തൊഴുതാൻ പോരാ. അപ്പൊ അദ്ദേഹത്തിന് എന്തായാലും രസമായിട്ടല്ലോ, അവർ കാര്യം ചെയ്യാം, ബാക്കിയുള്ള ആളുകളെ കൊണ്ടൊക്കെ തൊഴിക്കുക. ഇതൊക്കെ പറഞ്ഞാൽ തൊഴും. ഒന്ന് തൊഴുക, നട്ടമൊന്നുമില്ലല്ലോ, വേറെ ചെലവൊന്നുമില്ല. അന്ന് മഹാരാജാവില്ല, ഒന്ന് തൊഴ. അപ്പൊ ഇവര് തൊഴിക്കാൻ തുടങ്ങിയപ്പോ ജനങ്ങൾ 4 പുറത്തൊന്നും വരിക. ഇത് മാത്രമല്ല ഇവരെ ദൂരാപസരണം ചെയ്യണ്ട. അത് എപ്പോഴും എല്ലാ കാലത്തും അങ്ങനെയാ. ഇങ്ങനെയുള്ള ഭരണാധികാരികൾ മഹാകേമന്മാര് വരുമ്പോ സാധാരണക്കാരെ വഴിമാറ്റുക. മാറാ വഴി കൊടുക്ക 2 പുറത്തേക്ക് മാറ്റണ സമയത്ത് അവരെ കൊണ്ട് തൊഴിക്കുകയും ചെയ്യണം. തൊഴിക്കുമ്പോ ഓരോരുത്തരും തൊഴുമ്പോ ദുര്യോധനൻ വീണ്ടും ഞെളിഞ്ഞ് ഈ വല്ലാണ്ട് ഞെളിഞ്ഞ അവന്റെ മലയ്ക്കാന്നാ പറയാ. ദുര്യോധനനെ മലച്ചടങ്ങിയപ്പോ ഇവർക്ക് രസമായി. ഇവര് വീണ്ടും രസമായിട്ട് അതിന് ചെയ്യേണ്ട. ദുര്യോധന അവിടെ അങ്ങനെ വരുന്ന സമയത്ത് പുരവാസികൾ ഇത് കണ്ട അവര് തൊഴുന്നു.
അങ്ങനെ തോന്നുന്ന സമയത്തോ ഇവരുടെ കരാരവിന്ദ വൃന്ദങ്ങൾ കൈകളാകുന്ന താമരപ്പൂക്കളെ കൊണ്ട് വഴിയുടെ രണ്ടു പുറവും നിന്നോന്നതങ്ങളായി തീർന്നു. ഈ കൈകളാകുന്ന താമരപ്പൂക്കൾ എന്ന് പറയാൻ കഴിച്ചാൽ കയ്യും താമരയും ഒരേപോലെയാണ്. കയ്യന്റെയാണ് താമരയാവുന്നതാണ് അല്ലേ? ഈ താമരയുടെ എണ്ണം കൂടി വരുന്നുണ്ടല്ലോ. അത് ഒരു ദിവസം കയ്യാണ് ഈ താമരയായിരുന്നുള്ളൂ. അതാണ് ഈ കയ്യും താമരയും ഒന്നാണെന്ന് പറയാനുള്ള കാരണം അതല്ല. കയ്യും താമരയും തമ്മിൽ വ്യത്യാസം ഇല്ലാത്ത ആളുകളാണ് എന്ന് പറഞ്ഞാൽ തന്നെയല്ലേ മുമ്പേ പറഞ്ഞത്. ഒരു വ്യത്യാസമില്ല. ഏതാ അപ്പോ നല്ല ദേശാണ് അവരുടെ കൈ കണ്ടാൽ താമരപ്പൂവാണോ എന്ന് തോന്നും. ഇവിടെ അങ്ങനെയുള്ള കൈയൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ടോ? ഇവിടെ നോക്കാം, ഒന്ന് രണ്ടെണ്ണത്തിന്റെ കൈ പിടിച്ച് നോക്കാം. ആ കൈ കാണിക്കാൻ എന്താ അതിന്റെ ഉള്ളിൽ കൈ വെച്ചേക്കുന്നത്? അവനവനെ അത് കാണാട്ടല്ല. അപ്പൊ പിന്നെ അത് കൈ മറച്ചു വെക്കാണ്ടിരിക്കും. ഇവിടെയുള്ള ആളുകളുടെ കൈയുടെ കാര്യമല്ല പറയണത്. അങ്ങനെ കൈയുള്ള ഭംഗിയുള്ള കൈയുള്ള ആളുകളുണ്ട്. ഇവിടെ ഉള്ളതൊക്കെ ഇതൊക്കെ ഏത് സമയത്ത് മൂക്കിന്റെ ഉള്ളിലാ കൈ, പിന്നെ എങ്ങനെ താമരപ്പൂ പോലെ ആവുന്നതാ? അത് അതിന്റെ ഉള്ളിൽ കയറിയിട്ടൊക്കെ ഇറങ്ങുന്നതിന്റെ കഥ പറയണം. മറ്റേത് അങ്ങനെയല്ല. തുടുന്നതിനുള്ള വെളുത്ത ചുവന്ന നീണ്ട വിരലോട് കൂടിയിട്ടുള്ള ആളുകൾ സ്ത്രീ പുരുഷന്മാരൊന്നും വ്യത്യാസമൊന്നുമില്ല. ഈ ദ്വാരകയിലുള്ള ആളുകളുടെ കൈ എന്ന് പറഞ്ഞാൽ അത്ര ഭംഗിയുള്ള കൈകള. അപ്പൊ ഒന്നും പ്രവൃത്തിയെടുക്കാത്ത ആളുകളാണ്. പ്രവൃത്തിയെടുക്കാത്തതുകൊണ്ടല്ലാതെ അങ്ങനെയാവണം. പിന്നെയോ അവരുടെ ദിവ്യത്വം കണ്ട ഒരാളുടെ കൈ കണ്ടാൽ അയാളുടെ ഗുണം പറയാം. അങ്ങനെയാണ് ഈ കൈനോട്ടക്കാരുണ്ടായത് അല്ലെ? ഈ കൈ നോക്കി പറയാം. ആളുകൾ കൈ കണ്ട കൈനോട്ടത്തിന്റെ അല്ല, അത് ലക്ഷണയുക്തമായിട്ടുള്ള ആളുകളുടെ കൈ ദിവ്യത്വം ഉണ്ടാകും. വൃഷ്ണിവംശജാതന്മാരും യദുവംശജാതന്മാരായിട്ടുള്ള ആളുകള് സാധാരണക്കാരേക്കാൾ കുറച്ച് പ്രത്യേകത ദിവ്യത്വം ഗുണം അവർക്ക് കൂടും. അങ്ങനെയുള്ള ആളുകളാണ് അവിടെ കഴിയുന്നത്. അവരുടെ കൈകൾക്ക് അതിന്റെ വിശേഷത. അതാണ് കൈകളാകുന്ന താമരപ്പൂക്കളോട് കൂടിയിട്ടുള്ള ആ കരാരവിന്ദ വൃന്ദം കൊണ്ട് ദുരിതായി തീർന്നു. കൈകള് എങ്ങനെയായി തീർന്നു? കോരഹിതങ്ങളായി തീർന്നിട്ടുണ്ട്. എന്താ ഈ കോരഹിതം എന്ന് പറഞ്ഞാൽ? കോരഹിതം എന്ന് പറഞ്ഞാൽ മുട്ട. കൈകള് മുട്ടുപോലെയായി തീർന്നിരിക്കുന്നു. എപ്പോഴാ കൈ മുട്ടുപോലെയാവുക? കൈ മുട്ടുപോലെയാവുക എപ്പോഴാണ്? തൊഴുന്ന സമയത്ത് അല്ലേ? ഇവിടെ അത്ര പരിചയം ഉണ്ടാവില്ല, തൊഴുത് ശീലമില്ലാത്തോണ്ടാണ്. ആദ്യം തന്നെ കൈ ഇങ്ങനെ ഇടാനാ പഠിച്ചത്. കൈ ഇങ്ങനെ വിട്ട് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആയി വരാൻ കുറച്ച് വിഷമമുണ്ടാകും. അത് കുറച്ച് മനസ്സിലാവണം. കൈക്കല്ല, അവനോന് ചില അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇതുകൊണ്ട് കാര്യമില്ല, അതിങ്ങനെ ആയാലേ എന്തെങ്കിലുമൊക്കെ ശ്രേയസ് ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാവുമ്പോൾ അതൊക്കെ വരുന്നു. ഇതോ ഈ ജനങ്ങളെ തൊഴുതു പിടിക്കുന്ന സമയത്ത് അത് താമരമുട്ട് പോലെ ആയി തീർന്നേക്കുന്നു അവരുടെ കൈകൾ. ഇത് മാത്രല്ല, രണ്ട് പുറത്തേക്ക് മാറ്റിയപ്പോ ഈ വഴിയുടെ രണ്ട് പുറവും ഇവരുടെ കൈകളെ കൊണ്ട് നിന്നോന്നതങ്ങളായി തീർന്നേക്കും. അതെങ്ങനെയാ നിന്നോന്നതാവുന്നത് വെച്ചാൽ പൊടിയും കാണുന്നത് ജനങ്ങൾ ഒരുപോലെയല്ല. പൊക്കം കൂടിയ ആളുകളും പൊക്കം കുറഞ്ഞ ആളുകളും ഉണ്ട്. അപ്പൊ എല്ലാവരും ഒരുപോലെയാണോ? ജനങ്ങൾ ഒരുപോലെ ആവലില്ല. ജനങ്ങളെ ഒരുപോലെ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട് അല്ലേ? സമത്വം കുറെ കാലം അതുകൊണ്ട് നടന്നു. പിന്നെ അത് ചെലവാവില്ല എന്ന് മനസ്സിലായപ്പോ മാറ്റിവെച്ച ആളുകളുണ്ട്. ജനങ്ങളെ ഒരുപോലെ ആക്കാം എന്ന് പറഞ്ഞാലോ എല്ലാവരും ഒന്നും ഇല്ലാത്തവനാക്കിയാൽ പിന്നെ ഒരുപോലെ. ആരുടെയിലെങ്കിലൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ അവൻ്റെതും കൂടി അത് പിടിച്ചു മേടിക്കാം. എല്ലാവരെയും ഒന്നും ഇല്ലാതെ ആക്കിയിട്ട് ഒരുപോലെ ആക്കലല്ല. ഒരുപോലെ ആവൽ ഒരു കാലത്തും ഇല്ല. സൃഷ്ടി അങ്ങനെയാണ്. ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും. ആകൃതി കൊണ്ട് ഗുണം കൊണ്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ പൊക്കം കൂടിയ ആളുകളുണ്ട്, പൊക്കം കുറഞ്ഞ ആളുകളുണ്ട്, ക്രാങ്ങളുണ്ട്. അവരൊക്കെ വഴിയുടെ പുറത്തു നിന്ന് തൊഴുമ്പോൾ അവരുടെ കയ്യെ യഥാസ്ഥാനങ്ങളിൽ നിൽക്കണു. ആ സ്ഥാനങ്ങളെ കൊണ്ട് ഈ വഴിയുടെ രണ്ടു പുറവും നിന്നോന്നതായി തീർന്നേക്കണു. അങ്ങനെയുള്ള ദുരാപസൃത പൗരജനകോരജിതകരാരവിന്ദ വൃന്ദ ദുരിതോഭയപാർശ്വേണ മാർഗേണ സപ്രകക്ഷ്യാന്തരാണി സമതീത്യ. ഇങ്ങനെയുള്ള വഴിയിൽ കൂടെ തന്നെയാണ്, മാർഗത്തിൽ കൂടെ തന്നെയാണ് ദുര്യോധനൻ 7 മതിലുകളുടെ ഇട കടന്ന് ദ്വാരകാരാജധാനിയുടെ അകത്തേക്ക് പ്രവേശിച്ചു. അകത്തേക്ക് ചെന്നിട്ടോ പിന്നെ എന്താ ഉണ്ടായത്? വാസുദേവസ്യ വാസഭവനം പ്രവിശ്യ. വാസുദേവന്റെ വാസഭവനത്തെ കുറിച്ച് പ്രവേശിച്ചു. ശ്രീകൃഷ്ണൻ എവിടെയാണോ വസിച്ചും കൊണ്ടിരിക്കുന്നത് ആ ഭവനത്തിലേക്ക് തന്നെയാണ്. ആ സമയത്ത് ഭഗവാനുള്ള സ്ഥലത്ത്. അത് പറയാൻ കാര്യം എന്താ വെച്ചാൽ ഈ ഇങ്ങനെയുള്ള ആളുകൾ വലിയ വലിയ ആളുകളെയൊക്കെ കാണാൻ പോകുമ്പോൾ അവരെപ്പോഴാണ് എവിടെ ഇരിക്കുക എന്നുള്ളത് ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഓരോ ഭവനത്തിലേക്കൊക്കെ പോയി അവിടെ നിന്ന് ഇറങ്ങി ദുര്യോധന അവിടെ ചെന്നപ്പോൾ വേറൊരു ഭവനത്തിൽ എന്താ കൃഷ്ണനെ കാണാൻ വന്നാൽ ഇവിടെ ഇല്ല കേട്ടോ, അങ്ങനെ പോയിട്ട് അവിടെ പോയി നോക്കും എന്നുള്ള അവസ്ഥ ദുര്യോധനെ കണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നില്ല. ശ്രീകൃഷ്ണൻ എവിടെയാണുള്ളത് വെച്ചാൽ ആ ഭവനത്തിലേക്ക് തന്നെ കയറി ചെന്നപ്പോ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താ? ശ്രീകൃഷ്ണന്റെ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താ എന്നാണെങ്കിൽ
പ്രകടിത കപടസ്വാവനാണ് ശ്രീകൃഷ്ണൻ. പ്രകടിതമായിരിക്കുന്ന കപടസ്വാപത്തോടു കൂടിയിട്ടുള്ള എന്ന് പറഞ്ഞാലോ ഉറക്കം നടിക്കുക, കള്ള ഉറക്കത്തോട് കൂടിയിട്ടാണ് ശ്രീകൃഷ്ണൻ ആ ഭവനത്തിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഉറങ്ങല്ല, ഉറങ്ങാണ് എന്ന് തോന്നിപ്പിക്കുകയാണ്. അതെന്തിനാ അങ്ങനെ തോന്നിപ്പിക്കുന്നത്? കള്ളുറക്കം നടിക്കാൻ തോന്നിപ്പിക്കാൻ വിഷമമുള്ള ഒരു പ്രവൃത്തിയാണ്. എത്ര നടിക്കാൻ കൗശലമുള്ള ആളുകളാണെങ്കിലും നടന്മാരുണ്ട്, അനവധി ആളുകളാണ് കൗശലമുള്ള സമർത്ഥന്മാരായിട്ടുള്ള നടന്മാര്. അവര് പോലും ചിലപ്പോ നടിച്ചാൽ അത് പരാജയവും അപകടമാവണമെന്നാണ് ഈ കള്ളവർണ്ണം. എന്താ അത് കൈവശാൽ അങ്ങനെ പറ്റാറുണ്ട്, പറ്റിയിട്ടുണ്ട് പല ആളുകൾ. ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ കാണുമ്പോൾ അവരെ കാണാണ്ടിരിക്കാനാണ് ഈ ഉറക്കം നടിക്കുന്നത്. അപ്പൊ അവിടെ ഇരിക്കുന്ന ഭവനത്തിൽ ഇരിക്കുമ്പോഴാണ് ഒരു ഇത് കയറി വരിക. കയറി വരുന്ന സമയത്താണ് ഈ നോക്കിയപ്പോ കടം വാങ്ങാൻ വരണോ പതിവായിട്ട് വരും. ഈ വാങ്ങിക്കൊണ്ട് പോലും ഉള്ളൂ, ഇങ്ങോട്ട് തിരക്കില്ല. അപ്പൊ അവന് കൊടുക്കാണ്ട് കഴിച്ചു കൊടുക്കണം. അതിനെന്താ ഉറങ്ങാണ് സാർ, ഞാൻ പോയിക്കോളൂല്ലോ ഏത് വിചാരിച്ച അവിടെ കിടന്നു. കിടന്ന് അവിടെ കിടന്നപ്പോഴാണ് ഇയാൾക്ക് തന്നെ അറിയാം ഇയാളുടെ വരവും ചെലവും പ്രസിദ്ധമായിട്ടുള്ളതാണ്. വരവും ചെലവും പ്രസിദ്ധം എന്ന് പറഞ്ഞാൽ ഉറക്കത്തിലെ വരവും ചെലവ്, ഉറക്കത്തിലെ വരവും ചെലവുണ്ടോ? എന്നാ പിന്നെ കട്ടായി. അല്ലാണ്ട് ഇവിടെ ഉണർന്നിരുന്നിട്ട് തന്നെ വരവ് കെട്ടിയ ചെലവാണ് അധികം. അത് കാരണമാണ് അങ്ങനെ ഉറങ്ങാണ്ട് ഇരുന്നിട്ട് തന്നെ നേരെ ആവുന്നില്ല. അപ്പൊ ഉറക്കത്തിലും കൂടിയുള്ള ആളുകളുടെ കഥ പറയണം. ഉറക്കത്തിലെ വരവും ചെലവെന്ന് പറഞ്ഞാൽ ഈ കൂർക്കത്തിന്റെ കാര്യമാണ് പറയണം. കൂർക്കം വലിക്കാറുണ്ടല്ലോ, അവിടെ വരവും ചെലവ് തന്നെയാ. ചില ആളുകൾക്ക് വരവ് കേമം ചെലവ് കട്ടിയ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വരവുണ്ടാക്കാൻ ലാഭമായി വന്നതിൽ കുറച്ചേ ചിലവായിട്ടുള്ളൂ, ബാക്കിയൊക്കെ അവിടെ നീക്കിയിരിപ്പുണ്ടാകും. ഇത് അങ്ങനെയല്ല. എന്നാ വേറെ ചില ആളുകളുണ്ട് ഒട്ടും നീക്കിയിരിപ്പില്ലാതെ മാത്രമല്ല അധിക ചെലവുകാരാ, വരവ് കെട്ടിയാ കുറവുണ്ടാവും, ചെലവുണ്ടാവും. എന്നാൽ അതൊക്കെ തുല്യമായിട്ടുള്ള ആളുകളുണ്ട്, അവരാണ് നല്ല ആളുകൾ. ചില ആളുകൾക്ക് വരവ് എത്രയാണോ അത്ര തന്നെ ചിലവുണ്ടാവും. അത് സുഖമായി. ഇങ്ങനെയുള്ള ഉറക്കക്കാരൻ അപ്പൊ അയാൾക്കറിയാം ഇയാളുടെ വരവും ചെലവും പ്രസിദ്ധ. അയാൾ എന്ത് ചെയ്തു? ഈ വിദ്വാനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പിന്നെ നല്ല വിശ്വാസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഈ വരവും ചെലവും കൂടി ഇയാളെ നടിക്കാൻ തുടങ്ങി. അത് നടിക്കുക ഉള്ളതല്ല ഉണ്ടാക്കാൻ, മറ്റേത് ഉണ്ടാവണതാണ്. ഉറങ്ങിക്കഴിഞ്ഞാലേ ഉറക്കം നടിക്കാനുള്ളത് ഉണ്ടാക്കണല്ലോ. ഇയാള് തുടങ്ങി വന്നോ അവൻ എന്തായാലും വാങ്ങിയിട്ടേ പോകുള്ളൂ എന്ന് വിചാരിച്ച് ഉറപ്പിച്ച് കണക്കാക്കി പോകുന്നവനാ. ഇവൻ ഇവിടെ നിന്നൊക്കെ ശ്രദ്ധിച്ചും കൊണ്ട് ഇവിടെ നിൽക്കണ്ട, ഇയാൾ ഉണർന്നിട്ട് വേണം പോവാൻ. അങ്ങനെ അഭിനയിച്ചും കൊണ്ട് നടിച്ചും കൊണ്ടിരിക്കുമ്പോഴാണ് ഒരിക്കൽ വരവുണ്ടായി. ഇയാള് ചെലവാക്കാൻ മറന്നു. അഭിനയിക്കല അതിന്റെ ഇടയിൽ ഏകാഗ്രത പോയതാ. ഏകാഗ്രത തട്ടുമ്പോൾ ഈ ചെലവാക്കാൻ മറന്നപ്പോ ഈ വന്നോനെ ഉണർന്നു അല്ലേ, അവനപ്പത് തട്ടിയോ അവൻ വേഗം ഞാൻ കുറച്ചു നേരം ഈ വന്നിട്ട ഈ ഉറക്കം നടിച്ചത് അപകടമായില്ലേ, പരാജയമായില്ലേ. അങ്ങനെ പല ആളുകൾക്ക് വരിഞ്ഞ വല്ല അല്ലെങ്കിൽ കൊതുവിന്റെ ഉപദ്രവം ഉണ്ടെങ്കിലാ ഉറക്കം യഥാർത്ഥ ഉറക്കാണെങ്കിൽ കൊതുവൊന്നും കൂത്തിയാറില്ല. മറ്റേത് അങ്ങനെയല്ല, ചിലപ്പോൾ അവിടെ കിടക്കുമ്പോൾ ഒരു കൊതുകൊതി ഈ അടിച്ചാൽ മതി വന്നവന് മനസ്സിലാവാത്തത് കള്ളവർക്കാണോ. അങ്ങനെ എത്ര സമർത്ഥന്മാരായിട്ടുള്ള ആളുകൾ പോലും കള്ളവർക്കം നടിച്ച് അബദ്ധാവാറുണ്ട്. ഇവിടെ എന്തിനാ ശ്രീകൃഷ്ണനായിട്ട് പുറപ്പെട്ടത്? ഈ ദുര്യോധന്റെ മുമ്പിൽ അബദ്ധാവില്ലേ എന്നാണെങ്കിൽ ഭഗവാന് അതിനൊന്നും വിഷമമില്ലല്ലോ. കുഹനാമാനുഷനാണത്, മായാമനുഷ്യനായിട്ടുള്ള ആളാണ് അദ്ദേഹം. സാധാരണ ഒരു മനുഷ്യനല്ല. പിന്നെയോ സാക്ഷാത് ശ്രീനാരായണൻ മായ കൊണ്ട് മനുഷ്യാവതാരത്തെ സ്വീകരിച്ച് മനുഷ്യന്മാരുടെ ഒപ്പം കഴിയണു. എന്നിട്ട് ആരുടെ ഒരുമിച്ച് കഴിയണോ അവർക്കൊക്കെ തോന്നുന്നു അദ്ദേഹം നമ്മളെ പോലെ പ്രാപഞ്ചികനായിട്ടുള്ള ഒരാളാണ്. പ്രാപഞ്ചികനാണോ? അല്ല. പക്ഷെ ഒരുമിച്ചിരിക്കുന്ന എല്ലാവർക്കും തോന്നും നമ്മളെ പോലെ ഒരാൾ തന്നെയാണ് എന്ന്. എത്രയോ ആളുകളെ മായ കൊണ്ട് കവളിപ്പിച്ചും കൊണ്ടിരിക്കുന്ന ആൾക്ക് ഒരു ഉറക്കം നടിക്കാൻ പറ്റണ്ട, ഒരു വന്നോല്ല അദ്ദേഹം ഉറക്കം നടിക്കാൻ. എന്തിനാ ഉറക്കം നടിച്ചത്? അതാണെങ്കിൽ ശ്രീകൃഷ്ണൻ തന്റെ പ്രഭാത കൃത്യങ്ങൾ പ്രവൃത്തികളൊക്കെ കഴിഞ്ഞ് ലോകസ്മരണ ചെയ്തപ്പോഴാണ്, പ്രപഞ്ചസ്മരണ ചെയ്തപ്പോഴാണ് തന്നെ കാണാൻ വേണ്ടി ദുര്യോധനെ ഇങ്ങനെ പുറപ്പെട്ടേക്കണു. സഹായം ചോദിക്കാനാണ് വരുന്നത്. ദുര്യോധനെ സഹായിക്കണമെന്ന് താല്പര്യമില്ല, മോഹമില്ല. അപ്പൊ എന്താ ചെയ്യുക? അങ്ങനെയുള്ള ആളുകളെ കാണാണ്ടിരിക്കാൻ വേണ്ടത്. എന്നാ എണ്ണീട്ട് പോവാം എന്ന് വിചാരിക്കണം. അയ്യോ പോരുതാ, അപ്പൊ പോയാൽ നേരെയാവില്ല. എന്താ? അർജുനനും വരുന്നുണ്ടോ എന്നെ കാണാൻ? അർജുനനെ കാണണമല്ലോ. അവൻ വരുമ്പോ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ അവൻ കാണണമെന്നില്ലേ? അർജുനനെ കാണണം. ആദ്യം ആരെ കാണണം? അർജുനനെ കാണണം. അപ്പൊ എന്താ വേണ്ടത്? ആദ്യം എത്തുകാരാ? ദുര്യോധനാണ്. അപ്പൊ ദുര്യോധനെ കാണാണ്ട് അർജുനനെ ആദ്യം കാണണമെങ്കിൽ ദുര്യോധനം വരുമ്പോ ഉറക്കം നടിച്ചവിടെ കിടന്നാൽ മതി എന്ന് കണക്കാക്കി അദ്ദേഹം അവിടെ കിടന്നു. അതെങ്ങനെ മനസ്സിലായി എന്നാണെങ്കിൽ അദ്ദേഹം ആരാ? ഭഗവതാ, ഭഗവാനായിട്ടുള്ള ആളാണല്ലോ. ഭഗവാനാണ്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ
അതിനുള്ള ഗുണങ്ങൾ വിദ്യ ഉൽപ്പത്തി വിനാശം ഗമനം ആഗമനം ഇതിനെപ്പറ്റി അവനോനായിട്ട് തന്നെ സ്വയം അറിയണ ആളാണ്. അതിന് സിദ്ധിയുള്ള ആളുകളെയാണ് ഭഗവാൻ എന്ന് പറയാം. ഇപ്പൊ ശ്രീകൃഷ്ണൻ അവിടെ കള്ളയിറക്കം കിടന്നതിന്റെ കാരണം ദുര്യോധനെ ആദ്യം കാണാൻ വേണ്ട. അപ്പൊ ദുര്യോധന അതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നപ്പോഴാണ് ഇത് കാണും. തലക്കലും കാക്കലും ഒക്കെ തലോണവശ അവിടെ കിടന്നുറങ്ങണം. ഇത് കണ്ടതോടുകൂടി ദുര്യോധനന് നല്ലോണം മുഷിഞ്ഞു. എന്താ മുഷിയെച്ച ഒന്നാമത് ഇഷ്ടമില്ലാത്തോ ഞാൻ കാണുന്നത്. അവിടെ വന്നപ്പോ അവരൊട്ടും ഇഷ്ടമില്ലാത്ത പ്രവൃത്തി ചെയ്തു. എന്താ? പ്രഭാതത്തിലുറക്കം, പകലുറക്കം. ദുര്യോധന അതൊന്നും പതിവില്ല. അത് പതിവില്ലാന്ന് പറയാൻ കാര്യം എന്താ വെച്ചാൽ ദുര്യോധനന് ഐശ്വര്യം ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ നിഷ്കർഷയുള്ള ആളാണ്. ഐശ്വര്യവർദ്ധവിന് എന്തൊക്കെയോ ചെയ്യണോ അതൊക്കെ ചെയ്യും. അപ്പൊ ശ്രീമാന്മാര് ചെയ്യാത്തൊരു പ്രവൃത്തിയാണ് പകലുറക്കം. കുറേശ്ശെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഇരുന്ന് ഉറക്കം നേരെ ആവുന്നുണ്ട്. അവിടെ ഇരുന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ല. എന്നാ ഉറക്കം എവിടെ കിട്ടില്ല. അങ്ങനെ വിചാരിച്ച് പകൽ ഉറങ്ങിയ എന്താ വിഷമം വെച്ചാൽ ഐശ്വര്യക്ഷയം ഉണ്ടാവും. ഐശ്വര്യക്ഷയം ഉണ്ടാവാണ്ടിരിക്കാൻ പകൽ ഉറങ്ങരുത്, രാത്രിയിൽ ഉറങ്ങാൻ വേണം. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ദുര്യോധനം വന്ന് നോക്കിയപ്പോൾ എന്താ കാണുന്നത്? ഒരു വിദ്വാൻ അത് രാജ്യം ഭരിക്കണം. അവിടെ തലക്കിലും കാക്കിലൊക്കെ തലോണ വെച്ച ശ്രീമാധവായ സുഖമായിട്ടുള്ള അവന്റെ ഉറക്കം. എടാ അവൻ ഇത്ര വഷളനാണെന്നുള്ളത് ഞാൻ ഇങ്ങനെ അടുത്ത് വന്ന് ഓരോരുത്തരും അടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. നേരത്തെ തന്നെ കേട്ടിട്ട കുറെ വഷളത്തുണ്ടാവും. അടുത്ത് വന്ന് നോക്കിയപ്പോ ഇതും കൂടി ഉണ്ടെന്ന് മനസ്സിലായോ? അയ്യേ ഇങ്ങനെ ഒരുത്തരായി പോയില്ലോ അവൻ. ഈ പകലൊക്കെ എങ്ങനെ ഉറക്കം വരിക? ഈ രാത്രിയിൽ അധ്വാനമുള്ള ആളുകൾക്കാണ് ഈ പകൽ ഉറക്കം ഉണ്ടാവുക. രാത്രിയിൽ വിശ്രമം അടച്ച പകൽ ഉറക്കം ഉണ്ടാവില്ല. പകൽ അധ്വാനം. എന്റെ അധ്വാനമൊക്കെ രാത്രിയിലാണ്. എന്താന്നുള്ളത് ഞാൻ വിശ്വാസേണ്ട ആവശ്യമില്ല. എന്താ ഭാര്യമാര് ഒന്നും രണ്ടൊന്നുമില്ല. ഇവിടെ ഒരെണ്ണമുള്ള ആളുകൾക്ക് തന്നെ ഉറക്കം കട്ടിയാന്നാ പറയണത്. അപ്പൊ ഈ 16,000 ഉറക്കത്തിന്റെ കഥ പറയണം. അവര് വെളിച്ചായി കഴിഞ്ഞാലും എല്ലാ ദിക്കിലേക്കൊന്നും പോകാൻ പറ്റിയ ആളുകൾ കാണും. അപ്പൊ എന്താ ചെയ്യുക? ആദ്യത്തിൽ അസ്തമിച്ച് കഴിയുമ്പോഴാണ് ഇവര് യാത്ര തുടങ്ങുക. അപ്പൊ എന്താ 16,000 എല്ലാ ഒരു ദിവസം തന്നെ എല്ലാത്തിന്റെ അടുത്ത് പോകാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒന്നിന്റെ അടുത്ത് പോകണം. 2 ദിവസം തന്നെ അവനവന്റെ ഭാര്യയുടെ അടുത്ത് നിന്ന് മാറി നിന്ന് 3-ാമത്തെ ദിവസം വരുമ്പോ അവൾ ആദ്യം സംശയിക്കും. പിന്നെ മനസ്സിലാവുക. അപ്പൊ വല്ലപ്പോഴൊന്ന് അവളുടെ അടുത്തേക്ക് പോയില്ലെങ്കിൽ അത് പരിചയപ്പെടവും. അതിന് മുടങ്ങാണ്ട് പോണ്ടേ. അത് കാരണമാണ് ഇതിന് പകരം ഉറങ്ങണത്. എടാ നീ ഉറങ്ങിക്കോ, ഇവനെ കാണാൻ എന്നെ കൂടെ പറഞ്ഞേച്ചല്ലോ അമ്മാമാ. ദുര്യോധന്റെ മനസ്സിൽ അതന്നെയാണുള്ളത്. ഇവനെ കാണേണ്ടി വന്നൂല. ദുര്യോധന അവിടെ നിന്ന് പത്തുപേരൊക്കെ നിന്നപ്പോ ദുര്യോധന തോന്നി അങ്ങനെ നിൽക്കണ്ട, ഞാനിതിനാ നിൽക്കണതാ, എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം. ഇരുന്നില്ലെങ്കിൽ എന്താ പറഞ്ഞാൽ അതുണ്ട്. ഞാനിപ്പോ ഇവന്റെ ഭവനത്തിലേക്ക് കയറിയേക്കണം. ഈ ഭവനത്തിലേക്ക് കയറി ഞാനിവിടെ ഇരിക്കാണ്ട് ഇവിടെ അങ്ങോട്ട് ഇവിടെയൊക്കെ പരുങ്ങി നിന്നാൽ ഇവിടെ ഭടന്മാരുടെ സൈന്യങ്ങളുണ്ട്. അകത്തെ അങ്ങനെ രക്ഷകന്മാരൊക്കെ ഉണ്ടാവും. അവരിൽ എന്നെ പരിചയമില്ലാത്ത ആളുകളുണ്ട്. അവര് വന്ന് നോക്കുമ്പോഴാണ് ഒരാള് അവരുടെ സ്വാമിയുടെ ഭവനത്തിന്റെ ഉള്ളിൽ പരുങ്ങി നിൽക്കണം. അങ്ങനെ ഒരാളെ കണ്ട അവരെ അടി ആരെയും എന്താ പറയാ, ആരാ അവിടെ നിൽക്കുന്നത്? നമ്മുടെ സ്വാമിയുടെ ഭവനത്തിലേ അതാ ഒരാള് കയറി കൂടിയേക്കണോ? വല്ല കള്ളനെ മറ്റാവോ? എന്നാ ചെല്ലാ ചോദിക്കാവനെ. കള്ളനാണെന്ന് വിചാരിച്ച് ഇവര് ആദ്യം എന്താ ചെയ്യാ? പിടിക്കും, 2 പ്രഹരം. ആരാ എന്തിനാ സ്വാമിയുടെ ഭവനത്തിനുള്ളിൽ അനുവാദമില്ലാണ്ട് കയറിയതാ? ഞാൻ കള്ളനൊന്നുമല്ല, ഞാൻ ദുര്യോധന. അയ്യോ അറിയാൻ പറ്റില്ല, ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഈ പരിചയപ്പെടുത്തിയാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ എന്താ ഈ പ്രഹരം കൂടാണ്ട് വയ്ക്കണ്ടേ? മാനധനെ അഭിമാനിയാണല്ലോ. അതുകൊണ്ട് ദുര്യോധന എന്ത് ചെയ്തു? എവിടെങ്കിലും ഒന്ന് ഇരിക്കണം എന്ന് വിചാരിച്ച് അവിടുത്തെ ഒരു ഇരിപ്പിടം എടുത്ത ശ്രീകൃഷ്ണൻ കിടക്കണ എന്റെ കാക്കല അവിടെ ഇട്ടു. ആദ്യം അവിടെ ആ സ്ഥാനം നിശ്ചയിച്ച് അവിടെ ഇട്ടു. അവിടെ ഇരുന്നു. അതിന്റെ മുകളിൽ കയറി അവിടെ സുഖമായിട്ട് അവിടെ ഇരുന്നു. ഇരുന്ന നല്ലോണം ആലോചിച്ചു. ഇരുന്ന കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ദുര്യോധന്റെ പെട്ടെന്നൊരു തോന്നലുണ്ടായി, ഞാൻ എവിടെ ഇരിക്കണതാ? എന്റെ കാക്കലല്ലേ? കാക്കലിരുന്ന വേറെ എന്താ പ്രശ്നമേ? എന്നെ അറിയണ ആളുകളുടെ കൂടെ ഉണ്ട. ഞാൻ മുമ്പേ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അറിയണവരാണ് ആദ്യം കാണണമെങ്കിൽ അവര് നോക്കുമ്പോ കാക്കലിരിക്കുന്നത് അങ്ങനെ നോക്കാം. നമ്മുടെ സ്വാമിയുടെ കാക്കലേ ആരാ? ആകൃതിയൊക്കെ ഒന്ന് കണ്ടപ്പോ തോന്നിയതാ. കുറച്ച് കലയിൽ കണ്ടത ദുര്യോധന മഹാരാജാവല്ലേ? അതെ. എവിടെ ഇരിക്കണോ? ആവശ്യം ഉണ്ടതാ. ഈ ആവശ്യക്കാരാവുമ്പോ അങ്ങനെയൊക്കെ അല്ലേ? അവനവന്റെ ആവശ്യം സാധിക്കാൻ
അപ്പൊ നമ്മുടെ സ്വാമിയുടെ അടുത്ത് എന്തോ ഒരു ആവശ്യത്തിന് വന്നതാ. ആവശ്യത്തിന് വന്നാൽ ഈ ആവശ്യം അവരെന്താന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ കൊണ്ട് പലരും ചെയ്യിപ്പിക്കും. അപ്പൊ നമ്മുടെ സ്വാമി പറഞ്ഞിട്ടുണ്ടാവും, ദുര്യോധന കാല് വേദനിച്ചിട്ട് വയ്യ, ഒന്ന് ഒഴിഞ്ഞേരോ, ഞാൻ നീട്ടി തരാം. കാലൊക്കെ നീട്ടി കൊടുത്തപ്പോ ദുര്യോധന്റെ കാര്യം സാധ്യല്ലേ. ദുര്യോധന എന്ത് ചെയ്യണു? നമ്മുടെ സ്വാമിയുടെ കാല ഒഴിഞ്ഞു കൊടുക്കുന്നു, കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വിചാരിക്കില്ലേ? കാക്കിലിരുന്ന അങ്ങനെ ഒരു വിചാരം ഉണ്ടായാലോ എന്ന് വിചാരിച്ച് ദുര്യോധനൻ ചാടി എണീറ്റു. ആ ബുദ്ധികൾ തോന്നിക്കൂടെയും ഇരുന്നിടത്ത് തന്നെ ഇടും. എണീറ്റ് ആ ഇരിപ്പുറെടുത്ത് ശ്രീകൃഷ്ണൻ കിടക്കണേന്റെ നടുവില് മധ്യഭാഗത്ത് കൊണ്ടിടും. ഓ ദൈവാധീന കാക്കന്ന് മാറി കിട്ടിയില്ല, നടുവിലിരുന്നാൽ സംശയം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് അവിടെ നമ്മളാണ് പെട്ടെന്ന് ദുര്യോധന തോന്നി, അയ്യോ കാക്കലിരുന്നാൽ കാലൊഴിയാണെന്ന് വിചാരിക്കുള്ളൂ, ഇത് അതല്ല ഇടയിലാ വന്നിരിക്കണത്. ഇടഭാഗത്തിരുന്നാൽ എന്താ വിചാരിക്കാം, വയറൊഴിഞ്ഞു കൊടുക്കാമോ എന്ന് വിചാരിക്കും. അതെന്താ ഇവര് വയറിന് തീരുള്ളവനാന്ന് ഞാൻ കേട്ടിട്ടുണ്ടോ? അതെന്താ കാരണം വെച്ചാൽ കുട്ടിക്കാലം മുതൽ തന്നെ മോട്ടിച്ച് ഭക്ഷിക്കലാണ് ഇവന് അധികം പ്രവൃത്തി. കട്ട് നിന്ന് വയറിന് തീരുള്ളവനാ. ആരെങ്കിലും ഒക്കെ അടുത്ത് വന്നിരുന്ന ഒന്ന് ഒഴിഞ്ഞോ ദുര്യോധന, ഒന്ന് വയറൊഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഞാൻ വയറ് ഒഴിഞ്ഞു കൊടുക്കാണ് എന്ന് ആളുകൾ വിചാരിച്ചാലോ, ദുര്യോധനൻ എന്ത് ചെയ്തു? അവിടെ നിന്നിട്ട് ആ ഇരിപ്പുറം എടുത്ത് അസ്യ ശിരോഭാഗമണിഭദ്രാസനമധ്യം അധ്യാസീനേ, ശ്രീകൃഷ്ണൻ ഇരിക്കണല്ല തലഭാഗത്തായിട്ട് ആ ഇരിപ്പുറം കൊണ്ടിട്ട് അതിന്റെ മുകളിൽ കയറി അതിന്റെ മുകളിൽ കാര്യം കയറ്റി അവിടെ കണ്ണു തുറന്നിട്ട് വേണമല്ലോ കണ്ടിട്ട് പോവാൻ എന്ന് നിശ്ചയിച്ച് ദുര്യോധനൻ ശ്രീകൃഷ്ണൻ കിടക്കുന്നതിന്റെ തലഭാഗത്തിരുന്നു. അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് അർജുനനും അവിടേക്ക് വേഗം എങ്ങനെ എത്തി? അർജുനൻ തന്റെ രഥത്തിന് ദ്വാരകയുടെ പിതൃഭാഗത്തെത്തിയപ്പോ ജ്യേഷ്ഠൻ ദുര്യോധനൻ അവിടെ വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലായി. ജ്യേഷ്ഠൻ ഭഗവാനെ കാണേക്കാൾ മുമ്പേ എനിക്ക് കാണണം എന്ന് വിചാരിച്ച് പരിഭ്രമിച്ച അതിവേഗം ജനസഞ്ചാരം കുറഞ്ഞ വഴിയിൽ കൂടി അതിവേഗത്തിന് ശ്രീകൃഷ്ണൻ എവിടെയാ കിടക്കണ ഭവനത്തിലേക്ക് അർജുനനും അവിടെ വന്ന് അസ്യ ചരണോപകണ്ഠേ ശ്രീകൃഷ്ണൻ കിടക്കണേന്റെ കാക്കൽ വന്ന് അവിടെ നിന്നു. ഈ കാക്കല് എങ്ങനെയാ കാക്കല് വന്ന് നിൽക്കാൻ കാര്യം? വന്ന് നോക്കിയപ്പോ ആകെ ഒരു ഇരിപ്പട അവിടെ വന്നാൽ ഇരിക്കാൻ ആളുകൾക്ക് ഇരിക്കാനുള്ളത് വരുന്നത്. അതിന്റെ മുകളിലാണ് ഈ യുദ്ധം കയറിയത്. അപ്പൊ പിന്നെ എന്താ ചെയ്യാൻ നിൽക്കാണ്ടിരിക്കാൻ പറ്റില്ല. അവിടെ ഒരു സ്ഥലം നോക്കി കാക്കൽ അവിടെ നിന്നു. ഇല്ലേ? വെറുതെ നിന്നു അല്ല, വെറുതെ എല്ലാം നിന്നതാ. കൃതാഞ്ജലിയായിരുന്നു. ശ്രീകൃഷ്ണന്റെ കാക്കല് തൊഴുത് പിടിച്ചും കൊണ്ടാണ് അർജുനൻ നിൽക്കലുണ്ടായത്. എന്താ അങ്ങനെ തൊഴുത് നിൽക്കാൻ കാര്യം വെച്ചാൽ ആരെയാ തൊഴുക? ഭഗവാന്. ഉറങ്ങണ സമയത്ത് തുറന്നത് ഭഗവാനെ പറഞ്ഞു. അല്ലാത്ത ആളുകളെ തൊഴും. ആരെ? പദവിയിലിരിക്കുന്ന ആളുകളോ കേമന്മാരായിട്ടുള്ള ആളുകൾ. അവരെ തൊഴണത് എന്തിനാ വെച്ചാൽ അവര് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവർ ഉറങ്ങുന്ന സമയത്ത് തൊഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? മഹാകേമന്മാര് നമുക്ക് പ്രയോജനമുള്ള ഒരാളുടെ മുമ്പിൽ നിന്ന് അയാൾ നല്ല ഉറപ്പാണ് അവിടെ പോയി തൊഴിച്ചിട്ട് ഒരു കാര്യമില്ല. അത് അവൻ കാണണം. അതിനാണ് ഇങ്ങനെയുള്ള ആളുകളെ പ്രമുഖന്മാരെയൊക്കെ കാണുമ്പോൾ 2-3 പ്രാവശ്യം തൊഴിൽ. അത് 2-3 പ്രാവശ്യം തൊഴുന്നത് അയാൾ കാണുന്നവരെ തൊഴുക. ഇവിടെ ശ്രീകൃഷ്ണന്റെ കാക്കൽ അദ്ദേഹം കണ്ണടച്ച് അവിടെ ഉറങ്ങണ സമയത്ത് തൊഴണത് ഭക്തി കൊണ്ടാണ്. അപ്പൊ ഭക്തി ഉണ്ടാവണമെങ്കിൽ അത് ആരാ കിടക്കുന്നത്? വൈകുണ്ഠസ്യരണോപകണ്ഠേ, സാക്ഷാൽ വൈകുണ്ഠനായിട്ടുള്ള ആള് ശ്രീനാരായണൻ തന്നെയാണ് അവിടെ കിടക്കുന്നത്. ആ ശ്രീനാരായണന്റെ കാക്കല് തൊഴിൽ പിടിച്ച് അവിടെ നിന്നു. അതാ അർജുനൻ എങ്ങനെ അറിയാം? സാധാരണ ആളുകളൊക്കെ ഇദ്ദേഹത്തെ മനുഷ്യനായിട്ടല്ലേ കണക്കാക്കുന്നത്. ശ്രീകൃഷ്ണനെ ശ്രീനാരായണനായിട്ട് അർജുനൻ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നാണെങ്കിൽ അർജുനൻ എങ്ങനെയുള്ള ആളാ? കുണ്ഠേതരധികളിൽ വെച്ച് വരുത്തനാണ്. കുണ്ഠേതരധികൾ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്മാര്, പ്രയോജനമുള്ള ബുദ്ധിയുള്ള ആളുകളാണ്. മോക്ഷപ്രയോജനം, മോക്ഷത്തെ സമ്പാദിക്കാൻ പാകത്തിനുള്ള ബുദ്ധി, സൽബുദ്ധിയുള്ള ഉത്തമന്മാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, ഭഗവോത്തമന്മാർ. ഭഗവോത്തമന്മാരിൽ വെച്ച് വരുത്തനാണ്. ഏറ്റവും ശ്രേഷ്ഠനാണ്, അഭിമനായിട്ടുള്ള ആളാണ് അർജുനൻ. ആ അർജുനന് ഭഗവാനെ വേഗം മനസ്സിലാവും. ഭക്തന് മാത്രമേ ഭഗവാനെ മനസ്സിലാവൂ. പരമഭക്തനായിട്ടുള്ള അർജുനന് ഭഗവാനെ മനസ്സിലാക്കാൻ ഒരു വെള്ളമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാക്കലെത്തി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ പിന്നെ കാക്കലെണ്ണ അവിടെ ഏതെങ്കിലും വലിയൊരു ഭവനല്ലേ അതിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും നിന്നാ പോലെ ദുര്യോധന തലക്കലിലേക്കുള്ള അവിടെ വന്ന മുഖത്തിന്റെ അടുത്ത് വന്ന് നിന്നാ പോരെ എന്നാണെങ്കിൽ
അർജുനൻ കാക്കിന് നിന്നതിന്റെ കാര്യം എന്താ? അർജുനനാരാ? ബുദ്ധിമാനാണ് അർജുനൻ. ബുദ്ധിയുള്ള ആളാ, അതിബുദ്ധിമാനായിട്ടുള്ള ആൾ. എന്ത് ചെയ്താൽ എന്ത് തരാമോ എന്നുള്ളത് അർജുനനാണ്. അർജുനൻ കാക്കിന് നിന്നതിന്റെ കാര്യം എന്താ? ശ്രീകൃഷ്ണൻ കണ്ണു തുറക്കുമ്പോ ആദ്യം എന്റെ മുഖം കണ്ണ് തുറക്കുമ്പോ തന്നെ എന്നെ കാണണം എന്ന് അർജുനന് നിർബന്ധം. ഇപ്പൊ കാക്കൽ നിന്ന ആദ്യം കാണോ? കാണും. നീണ്ടു നിവർന്ന് ഭംഗിയായിട്ട് കടന്നുറങ്ങുന്ന ഒരാള് എണീറ്റാൽ ദൃഷ്ടി ആദ്യം കാലിന്റെ അവിടേക്കാണ്, നേരെ മുമ്പിലേക്കാ പോകും. അങ്ങനെ ഉറങ്ങണവരുടെ കാര്യം പറയണം. അല്ലാണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോ അങ്ങനെയൊക്കെ കിടക്കും, എണീക്കുമ്പോ നാളെയൊക്കെ വേറെ അവരുടെ സൗകര്യത്തിലാണെങ്കിൽ ഏതൊക്കെ തരാമെന്നുള്ള അയാൾക്കെന്നെ അറിയില്ല. അങ്ങനെ ഉറങ്ങുന്ന ആളുകൾക്ക് അതുകൊണ്ട് കാര്യമില്ല. അവർ എവിടെ പോയില്ലെന്നാ ഇന്ന് നോക്കേണ്ടതായിരിക്കും, അവർ നാളെ നോക്കാം. ആൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇവിടെ ഭഗവാൻ ഭംഗിയായിട്ട് നീണ്ടു തുറന്നു. അദ്ദേഹം കണ്ണു തുറന്ന് നോക്കുന്നത് ആദ്യം കാലിന്റെ അവിടേക്കായിരിക്കും, പാദങ്ങളുടെ ചേർക്കാവും. അപ്പൊ അവിടെ നിന്നാൽ എന്റെ മുഖം കാണൂ എന്ന് അർജുനൻ അറിയാം. ഭഗവാനെ അവിടുന്ന് ആദ്യം കണ്ണു തുറക്കുമ്പോ അടിയനെ തന്നെ കാണണേ കൃഷ്ണ കൃഷ്ണ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അർജുനൻ ഭഗവാന്റെ കാക്കല് ഭഗവാൻ കണ്ണു തുറക്കുന്ന സമയത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ദുര്യോധനൻ ആ തലക്കിലിരിക്കുമ്പോഴാണ് അർജുനന്റെ വരവ്. അല്ലെങ്കിൽ തന്നെ ഉള്ളിന്റെ അസ്വസ്ഥനായിട്ട് അവിടെ ഇരിക്കുന്നത്. ഇതിൽ വരം ദുര്യോധനൻ മുടിയാടില്ല. ആ അർജുനനെ കൂടി കണ്ടപ്പോ ദുര്യോധന ആലോകി അയ്യോ ഇവനെ കെട്ടിയെടുക്കില്ല, ഞാൻ പോയി കഴിഞ്ഞിട്ട് ഒരു വന്നാൽ മതിയായിരുന്നില്ലേ. അത് കഴിഞ്ഞപ്പോഴാണ് അർജുനൻ അവിടെ വന്ന് കാക്കന് തൊഴുത് നിൽക്കുന്നത് കണ്ടപ്പോ ദുര്യോധന കുറെ കൂടി ദേഷ്യം. ശത്രുവാണെങ്കിലും അവൻ എന്റെ വംശത്തിൽ ജനിച്ചതല്ലേ, എന്റെ അച്ഛന്റെ അനിയന്റെ മകനല്ലേ. ഈ കൃഷ്ണന്റെ കാക്കല് വന്ന് ഇവൻ തൊഴുത് നിൽക്കണം. അവന്റെ കാലിലോട്ടിൽ വന്നത് ഏത് വംശത്തിന് ജനിച്ചവനാണെന്ന് പോലും അവന് ഓർമ്മയില്ല. ഈ കൊള്ളരുതാത്തവന്റെ കാക്കല് വന്ന് നിൽക്കണു. മഹാഭാവി മഹള, നീ ഇങ്ങനെ ബുദ്ധി ഇല്ലാത്തവനായില്ലോ. ബുദ്ധി ഇല്ലാത്ത ആളുകള് ബുദ്ധിയുള്ളവർ കാട്ടണത് കണ്ടിട്ടാണ് അതേപോലെ പ്രവർത്തിക്കുക. ഞാൻ കാട്ടിക്കൊടുത്തിട്ടുണ്ട് എന്താ വേണ്ടതെന്നുള്ളത്. ഇവന്റെ അടുത്ത് വന്ന് തെളിഞ്ഞ തലക്കിൽ ഞാനിവിടെ ഇരിക്കുമ്പോ ഇവനും അതേപോലെ ഇവിടെ വന്നിരിക്കാണ്ട് അവന്റെ കാക്കൽ വന്ന് തൊഴുതു നിൽക്കണോ. എന്റെ വംശത്തിൽ തന്നെയാണല്ലോ ഇവനും ജനിച്ചത്, ഇങ്ങനെ ഒരുത്തൻ ഉണ്ടായി പോയില്ലോ എന്ന് ദേഷ്യത്തോടു കൂടി ദുര്യോധനൻ അർജുനനെ നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കണു. അർജുനൻ ഇതൊന്നും വിളിക്കാണ്ട് ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ സമീപത്ത് നിൽക്കുന്നതിനുള്ള സന്തോഷത്തോടു കൂടി ഭഗവാൻ കണ്ണുപിടിക്കണ സമയത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അർജുനൻ ഭക്തിയോടുകൂടി ഭഗവാനോ പ്രബോധസമയം പ്രതിപാലയാമാസ. ഭഗവാനും ആ പ്രബോധ സമയത്തെ പ്രതിപാലനം ചെയ്തു എന്ന് പറഞ്ഞാൽ കണ്ണു തുറക്കുവാനുള്ള സമയമായി എന്ന് ഭഗവാൻ മനസ്സിലായി. അർജുനൻ എത്തി എന്നറിഞ്ഞ് ഇനി കണ്ണു തുറക്കാറായി. കണ്ണു തുറന്ന് അർജുനനെ ആദ്യം കാണണം എന്ന് മനസ്സിൽ നിശ്ചയിച്ച് മുഹൂർത്തത്തെ കാത്തുകൊണ്ട് ഭഗവാൻ